ഒരു വേദഭാഗം വായിക്കാം. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം. യോവാൻ സുവിശേഷം 14-ാം അധികാരം 4 വരെയുള്ള വാക്യം, 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ വായിച്ചു. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും എന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ദൈവത്തിന് സ്തോത്രം. ആണ്ടവർക്ക് സ്തോത്രം. യേശു കർത്താവിന്റെ ശുശ്രൂഷ ഇതുപോലെ കൺവെൻഷൻ പോലെ ആയിരുന്നു. യേശു ക്രിസ്തുവിന്റെ ഊഴിയം ഇതുപോലെ ഒരു കൺവെൻഷൻ പോലെ അനുഭവമായിരുന്നത്. ലോകത്തിൽ അതുപോലെ ആരും പ്രസംഗിച്ചിട്ടില്ല, പ്രവർത്തിച്ചിട്ടില്ല. ഉലകത്തിൽ അതുപോലെ യാരും പ്രസംഗിക്കുമില്ല, ക്രിയിച്ചുമില്ല. തനിക്ക് പറയാനുള്ള ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. ആണ്ടവർക്ക് ചൊല്ലത്തക്കതാണ് ഒരു ആലോചന കാണപ്പെട്ടത്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, പരലോക രാജ്യം സമീപமாக இருக்கிறது. എന്തോ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം എന്നെ ഈ കാണുന്ന ഗവൺമെന്റും രാജ്യങ്ങളെല്ലാം അവസാനിപ്പിക്കാൻ ദൈവം തീരുമാനിച്ചു. இப்போது காண்கிறதான கவர்மெண்டும் ஆளுகைகளும் ஆண்டவர் முடிவு செய்ய போகிறார். ഇതെല്ലാം മാറ്റിയിട്ട് இவைகளை எல்லாவற்றையும் மாற்றிவிட்டு പുതിയ ഒരു വ്യവസ്ഥിതി വരാൻ പോവുകയാണ്. புதிய ஒரு അനുഭവത്തെ കർത്തർ കൊണ്ടുവര പോകുகிறார். അവിടെ മറ്റേ മാനുഷികമായ കാര്യങ്ങളൊന്നുമല്ല. அந்த இடத்துல മനുഷ്യപ്രകാരமான ആലോചന ഒന്നുമില്ല. ഭക്ഷണമോ പാനീയമോ അടിപിടിയോ സண்டை ഇതൊന്നും അല്ല. ആഹാരമോ വെള്ളമോ അടിയോ ഇപ്പിടിപ്പെട്ട സണ്ടകൾ ഒന്നുമില്ല. ഓരോരുത്തരും അവരുടെ രാജ്യം എന്ന് പറയുമ്പോൾ അതൊക്കെയാണ് അവരുടെ ചിന്ത. ഒവ്വൊരു പേർക്കും ഒവ്വൊരു രാജ്യവും അവരുടെ ചിന്തയിൻ പ്രകാരമായി കാണപ്പെടുகிறது. യേശു കർത്താവ് സ്വർഗത്തിൽ നിന്ന് വന്നിട്ട് ആണ്ടവരായ യേശു ക്രിസ്തു പരലോകത്തിൽ വന്ന പിറகு അപ്പോസ്തല പ്രവൃത്തി നാം ഇങ്ങനെ വായിക്കുന്നു. അപ്പോസ്തല നടപടി നാം ഇപ്പടിയാ വാസിக்கிறோம். 10:38 വാക്യത്തിൽ 10-ാം അധികാരം 38-ാം വചനത്തിൽ ദൈവം നസറായനായ യേശുവിനെ നസറായ യേശു ക്രിസ്തുവെ പരിശുദ്ധാത്മാവിലും ശക്തിയാലും അഭിഷേകം ചെയ്തു. പരിശുദ്ധാത്മാവിനാലും അഭിഷേകത്തിനാലും അവർ നിറയ്ത്താർ. വായിച്ച വാക്യം, നസറായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. നിങ്ങൾ അറിയുന്നല്ലോ. ഈ കാര്യങ്ങളെല്ലാം നാം എത്രയോ വർഷങ്ങളായി പഠിച്ചു വരികയാണ്. இந்த காரியங்களை எத்தனையோ வருஷங்களாக நாம் அனுபவித்து வருகிறோம். താൻ ചെയ്യുന്നത് പോലെ ആരും ചെയ്തിട്ടില്ല. അവർ ചെയ്യുന്നത് പോലെ யாரும் செய்யவே இல்லை. ചുമ്മാ പറഞ്ഞിട്ട് പോലെ അധികാരത്തോടുകൂടിയാണ് താൻ പ്രസംഗിച്ചത്. சும்மா சொல்லி போகவில்லை, அவர் அதிகாரத்தோடு பேசுகிறார். അങ്ങനെ അവരുടെ ഇടയിൽ തന്നെ നടന്ന് പ്രസംഗിച്ചുകൊണ്ട് വന്ന യേശു அப்படியாக அவருடைய நடுவில் அதிகாரத்தோடு பிரசங்கித்து வந்ததான இயேசு ഇവര് വിചാരിച്ചു, இவர்கள் நினைத்தார்கள் ഇനി ഒന്നുമില്ലേലും തിരക്കേടില്ല, இனி ஒன்றும் இல்லாவிட்டாலும் பிரச்சனை இல்ல, യേശു ഞങ്ങളുടെ മധ്യത്തിലുണ്ടല്ലോ, இயேசு எங்களுடைய மத்தியில் இருக்கிறார் அல்லவா. വിശന്നാൽ ജോലിക്ക് പോകാൻ ആഹാരം ഉണ്ടാക്കുക ചെയ്യേണ്ട ആവശ്യമില്ല. பசி எடுத்தாலும் ஆகாரத்திற்காக வேலைக்கு போன்ற தேவையில்லை. 7000 പേര് വിശന്നിരിക്കുമ്പോഴും എന്നാലും 7000 പേര് വിശന്നിരിക്കുമ്പോഴും 7000 പേർ പസിയാಗಿ ഇരുന്ന പോതും ഒരു പയ്യന്റെ ഇരിക്കുന്ന 5 അപ്പവും 2 മീനും ഉണ്ടെങ്കിൽ മതി. ഒരു പയ്യനിരുന്നാണ് 5 അപ്പവും 2 മീനും പോതും. ഇരിക്ക എല്ലാരെയും അങ്ങോട്ട് ഇരുത്തുക, ഇത് വിളമ്പിക്കൊടുന്ന് പറഞ്ഞാൽ എല്ലാരും ഉക്കാരുങ്ങൾ എന്ന് ചൊല്ലി പരിമാറിക്കൊടുങ്ങൾ എന്ന് ചൊല്ലുവാർ. അത്രയും പേർക്ക് ആഹാരം കൊടുത്ത് ബാക്കി ശേഷിപ്പിക്കുകയും ചെയ്യാം. അவ்வளவு ജനങ്ങൾക്ക് ആഹാരം കൊടുത്ത് മീതി എടുക്കപ്പെട്ടത്. അപ്പൊ ഈ കൃഷിയുടെ ഒന്നും ആവശ്യമില്ല. அப்படியானால் അതായത് കൃഷി ചെയ്യ വേണ്ട തേവകൾ ഒന്നുമില്ല. രോഗിയായി പിശാച് പിടിച്ചു അല്ലെങ്കിൽ മരിച്ചു, ഇതൊന്നുമില്ല. കർത്താവ് അവിടെ ഉണ്ടെങ്കിൽ, വ്യാധിപ്പെട്ട് മരിച്ചാൽ പ്രശ്നമില്ല, കർത്തർ നമ്മോട് കൂടെ ഇരിക്കാർ. അവരവിടെ ഉണ്ടെങ്കിൽ സൗഖ്യമാവെന്ന് പറഞ്ഞാൽ മതി, ഉടനെ സൗഖ്യമാകും. അവർ അങ്ങ് ഇരുപ്പാറാനാൽ സുഖമാകട്ടെന്ന് சொன்னால் ഉടനെ സുഖമാകും. ആണ്ടവർ സ്തോത്രം. പെരിയ സുനാമി, പ്രിയതാന ഒരു സുനാമി, കൊടുങ്കാറ്റുകൾ മതി അടങ്ങെന്ന് പറഞ്ഞ ഒരൊറ്റ വാക്കുകൊണ്ട് അവിടെ അടങ്ങ് ഇരയാതെ അടങ്ങെന്ന് சொன்னால் ഒരു വാർത്ത சொன்னால் പോതും. ഇവരത് കണ്ടുകൊണ്ടേയിരുന്നു. ഇവകളെല്ലാം അവർ കവനിത്തുകൊണ്ടേ இருந்தார்கள். ആണ്ടവർ സ്തോത്രം. പെട്ടെന്ന് ആ ശുശ്രൂഷ തീരാൻ പോവുകയാണ്. திடீரென்று அந்த ஊழியம் முடிவடைய போகிறது. എന്ത് നടക്കുമെന്ന് അവർക്കറിയാൻ പാടില്ല. என்ன സംഭവിക്ക പോறതെന്ന് അവർക്ക് தெரியாது. ഇവരുടെ ഒരേ ഒരു ആശ ഈ യേശുവിലാണ്. ഇവരുടെ ഒരേ ആശ ആണ്ടവരായ യേശു ക്രിസ്തുവിൽ. നീ ജോലി ചെയ്യില്ലേലും കുഴപ്പമില്ല, നീ വേല ചെയ്യാവിട്ടാലും പ്രശ്നമില്ല, ശത്രുക്കൾ രാജ്യത്തെ അറ്റാക്ക് ചെയ്യാൻ വന്നാലും കുഴപ്പമില്ല, ശത്രുക്കൾ രാജ്യത്തെ മേற்கொள்ள വന്നാലും പ്രശ്നമില്ല, പിശാച് പിടിച്ചാലും കുഴപ്പമില്ല, പിശാച് പിടിച്ചാലും പറവായില്ല, മരിച്ചാലും കുഴപ്പമില്ല, മരിച്ചാലും പറവായില്ല. ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നമല്ല. ജീവിതത്തിൽ പ്രശ്നങ്ങൾ என்பது ഒരു പ്രശ്നമല്ല. യേശു കർത്താവ് ഇതെന്തിനാ ചെയ്തത്? യേശു ക്രിസ്തു എന്നെ ചെയ്താർ? ഇങ്ങനെ ഒരു രാജ്യം ദൈവം സ്ഥാപിക്കാൻ പോവുകയാണ്. ഇപ്പടിപ്പെട്ടതാണ് ഒരു രാജ്യത്തെ ആണ്ടവർ ആയത്തപ്പെടുത്ത
போகிறார். അതിനായിട്ട് ജനങ്ങള് വന്ന് ഒരുങ്ങണം. அதற்காக ஜனங்கள் வந்து ஆயத்தப்பட வேண்டும். അതുകൊണ്ടാണ് താൻ ദൈവരാജ്യം പ്രസംഗിച്ചത്. அதற்காக ஆண்டவர் இயேசு கிறிஸ்து பரலோக ராஜ்யத்தை பிரசங்கித்தார். ഭൂതങ്ങളെ പുറത്താക്കിയപ്പോൾ பூதங்களை வெளியாக்கின போது ദൈവരാജ്യത്തിന്റെ ശക്തി കൊണ്ടാണ് ഞാൻ അതിനെ പുറത്താക്കിയത് എന്ന് അവരോട് പറഞ്ഞു. பரலோக ராஜ்யத்தின் வல்லமையினால் தான் இவைகளை நான் வெளியாக்கினேன் என்று சொன்னார். പക്ഷെ ഈ കാര്യങ്ങൾ പറഞ്ഞെങ്കിലും இந்த காரியங்களை ஆண்டவர் சொன்னாலும் ഈ ജനങ്ങൾക്ക് ഇത് വേണ്ട വിധത്തിൽ ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. ஆனால் ஜனங்களுக்கு இதை போதுமான அளவு புரிந்து கொள்ள முடியாமல் இருந்தது. കർത്താവ് പറഞ്ഞ ഓരോ കാര്യങ്ങൾക്കും ചെയ്ത ഓരോ വിഷയങ്ങൾക്കും ஆண்டவர் செய்தான காரியங்கள் ஒவ்வொரு விஷயங்களுக்கும் ഒരു സാധാരണ കാര്യമുണ്ട്, ഒരു നിലനിൽക്കുന്ന സ്വർഗീയ സത്യവും അതിന്റെ പുറകിലുണ്ട്. സാധാരണ ഒരു കാര്യമുണ്ട്, മറ്റുമല്ല നിലനിൽക്കുന്നതാണ് പരലോക രാജ്യം അതിലുണ്ട്. എന്നാൽ ഇവർക്ക് ഈ സ്വർഗീയ കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല. ஆனால் இவங்களுக்கு இந்த பரலோக ராஜ்யத்தின் காரியங்கள் புரிந்து கொள்ள முடியறதில்லை. ഈവൻ കൂടെ ഉണ്ടായിരുന്ന അപ്പോസ്തലന്മാർക്ക് പോലും மட்டுமல்ல அவரோடு கூட இருந்த அப்போஸ்தலரும் கூட പറഞ്ഞിട്ട് അവർക്ക് അങ്ങോട്ട് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. ഇവളെ അറിந்து അവ சொல்லிட்டும் இவள் புரிந்து கொள்ள முடியாத காணப்பட்டார்கள். അതുകൊണ്ട് ഒരു ദിവസം കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ஆனால் ஒரு முறை இயேசு சொன்னார், എനിക്കിനി അനേക കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. உங்களுக்கு अनेक காரியங்கள் சொல்ல வேண்டும். പറയാനുണ്ട്, പക്ഷെ നിങ്ങൾക്ക് അത് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. അനേക കാര്യങ്ങൾ சொல்ல ഉണ്ട്, ஆனால் நீ புரிந்து கொள்ள மாட்டீர்கள். യോഹന്നാന്റെ സുവിശേഷം 16:12 വാക്യത്തില്, യോവാൻ സുവിശേഷം 16:12 ഇനിയും അനേക കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്, ഇനി അനേക കാര്യങ്ങൾ உங்களுக்கு சொல்ல வேண்டும், എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് അത് വഹിപ്പാൻ കഴിവില്ല. ஆனால் இப்போது உங்களை ஏற்றுக்கொள்ள முடியாது. വായിച്ചേ, യോഹന്നാൻ 16 ഇനിയും വളരെ നിങ്ങളോട് പറയാനുണ്ട്, എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ വഹിപ്പാൻ കഴിവില്ല. ഇപ്പൊ വളരെ കാര്യങ്ങൾ ഇനി പറയാനുണ്ട്, അനേക കാര്യങ്ങൾ சொல்ல வேண்டும். ഇപ്പൊ ഞാൻ നിങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ இப்படி அவங்களிடத்தில் അനേക കാര്യം சொல்லிക്കൊണ്ട നേരത്തിൽ ഇവിടെ ഇരിക്കുന്നവരെല്ലാം കോട്ടുവായിടുന്നു, ചിലർ ഉറങ്ങുന്നു കാണുമ്പോ പിന്നെ എനിക്ക് ഒന്നും പറയാനൊക്കെയല്ല. இங்க இருக்கிறவங்க உறங்கு கொட்டாயிடும் போதும் எனக்கு பின்ன அதிக காரணம் சொல்ல முடியாது. എനിക്ക് തോന്നുന്നതിന് ഇപ്പൊ കോട്ടുവായിടുക ഉറങ്ങുകയോ ചെയ്യല്ല, അതിനു മുമ്പ് ഞാൻ നിർത്തിക്കോണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് കഴിഞ്ഞ ഉടനെ എല്ലാവർക്കും ആഹാരം ഒരുക്കിയിട്ടുണ്ട്. ഇത് മുടിந்த ഉടനെ എല്ലാവർക്കും ആഹാരം ആയത്തമായിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം, ആണ്ടൊരു സ്തോത്രം. പക്ഷെ മനുഷ്യൻ ആഹാരം കൊണ്ട് മാത്രമല്ലല്ലോ, മനുഷ്യൻ ആഹാരം കൊണ്ട് മറ്റുമല്ല ജീവിക്കുന്നത്. ദൈവത്തിന്റെ മനുഷ്യരും ദൈവത്തിന്റെ വായിന്ന് വരുന്ന വചനങ്ങൾ കൊണ്ടും ജീവിക്കുന്നു. ദൈവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വസനത്താൽ ജീവിക്കാൻ. ദൈവത്തിന് സ്തോത്രം, ആണ്ടൊരു സ്തോത്രം. അപ്പൊ അങ്ങനെ ഇവര് കർത്താവിന്റെ വചനം കേട്ടുകൊണ്ടേയിരുന്നു. അപ്പടി ആണ്ടോടെ വസനത്തെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കർത്താവിന്റെ ശുശ്രൂഷ അവസാനിക്കാനുള്ള സമയം, திடீரென்று ஆண்டோட ஊழியம் முடிவடைகிறதான நேரம். അങ്ങനെയാണെങ്കിൽ അവരുടെ ഇടയിൽ നിന്ന് യേശു മാറ്റപ്പെടാൻ പോവുകയാണ്. அப்படியானால் அவருடைய மத்தியில் வந்து ஆண்டவர் மாற்றப்பட போகிறார். പെട്ടെന്ന് കർത്താവ് അവരോട് മുന്നറിയിപ്പ് കൊടുക്കാതെ അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ, திடீரென்று ஆண்டவர் சொல்லுதான நேரத்தில் அப்படிப்பட்ட சம்பவங்கள் சம்பவித்தால் അവരെല്ലാം കലക്കത്തിലാകും, அவர்கள் எல்லாரும் கலங்கி போவார்கள், ജനങ്ങൾ ചിതറിപ്പോവും, ஜனங்கள் சிதறி போவார்கள். എവിടെ പോകണം എന്ത് ചെയ്യണമെന്ന് അറിയാതെ ജനങ്ങൾ നഷ്ടപ്പെട്ടു പോകും. எங்க போக வேண்டும் என்ன செய்ய வேண்டும் என்று ஜனங்கள் அலறி நஷ்டப்பட்டு போவார்கள். അതുകൊണ്ടാണ് அதற்காக தான் അവരോട് പറയാണ്, அவளோடு சொல்லுகிறார், നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, உங்களுடைய இருதயம் கலங்கி போகக்கூடாது, ദൈവത്തിൽ വിശ്വസിക്കണം, தேவனிடத்தில் விசுவாசமாயிருங்கள், എന്നിലും വിശ്വസിക്കണം, என்னிலும் விசுவாசமாயிருங்கள், ഞാൻ എന്റെ പിതാവിന്റെ വീട്ടിലേക്കാണ് പോകുന്നത്, நான் என்னோட பிதாவிന്റെ வீட்டிலே போகிறேன். ദൈവത്തിന് സ്തോത്രം, ஆண்டவருக்கு ஸ்தோத்திரம். അങ്ങനെ യേശു കർത്താവാണ് വളരെ വ്യക്തമായി നമുക്കൊരു പിതാവ് ഉണ്ടെന്ന് മനസ്സിലാക്കി തന്നെ. அப்படி இயேசு தான் நமக்கு ஒரு பிதா உண்டு என்று மிக முக்கியமாக வெளிப்படுத்தி தருகிறார். എന്നിട്ട് പറയാണ്, ഒരൊറ്റ ഒരാളിനെ മാത്രമേ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കാവൂ, நீங்கள் ഉലകത്തിൽ ഒരേ ഒരു നബരെ மட்டும் தான் പിതാവ് என்று கூப்பிட வேண்டும். സ്വർഗ്ഗസ്ഥനായ ദൈവത്തെ മാത്രമേ പിതാവ് എന്ന് വിളിക്കാവൂ, പരലോക പിതാവെ மட்டும் തകപ്പൻ என்று கூப்பிட வேண்டும். എന്തുകൊണ്ടാണ് ആ ആളിനെ മാത്രമേ പിതാവ് എന്ന് വിളിക്കാവൂ എന്ന് പറയുന്നത്? ஏன் அவரை மட்டும் தகப்பனாக கூப்பிட வேண்டும்? അവരിൽ നിന്നാണ് നമുക്ക് ജീവൻ കിട്ടിയത്, அவரில் தான் நமக்கு ജീവൻ கிடைத்திருக்கிறது. ലേഖനം 12-ാം അധ്യായത്തിന്റെ 9 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ, എബ്രായർ 12-ാം അധികാരം 9-ാം വചനം മുതൽ വാസിക്കുമ്പോൾ നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. ശരീരപ്രകാരമാണ് തകപ്പൻ പിതാക്കന്മാരെ നാം പാർக்கிறோம். നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോകുന്നുവല്ലോ, ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ലയോ? ദൈവത്തിന് സ്തോത്രം. 2 അഡ്രസ് ഉണ്ട് നമുക്ക് രണ്ട് വിലാസമുണ്ട്. അന്ന് താൽക്കാലിക അഡ്രസ്, അன்று தற்காலிகமான விலாசம். അത് നമുക്ക് താൽക്കാലിക അഡ്രസ് എന്ന് പറഞ്ഞാൽ, തற்கால അഡ്രസ് എന്ന് சொன்னால், നിങ്ങൾക്ക് ജഡം തന്ന് നിങ്ങൾ ജനിപ്പിച്ചതായ ലോകപ്രകാരമുള്ള പിതാവ്, മാംസപ്രകാരമായി ഉങ്ങളെ പിറക്ക ചെയ്ത ജനിപ്പിച്ച ഒരു പിതാവ്. ഒരു ശിശു ജനിക്കുമ്പോൾ, ഒരു കുളന്தை പിറക്കുമ്പോൾ അത് കരയുന്നില്ല, അത് അഴുകുறதில்லை, കൈകാല് അനക്കുന്നില്ല, കൈകാലുകൾ അനക്കുறதில்லை. ജഡം നിങ്ങൾക്ക് കിട്ടിയെങ്കിലും, அந்த சரீரம் கிடைத்தாலும்
ജീവനില്ല, ജീവൻ ഇല്ലാமல் இருக்கிறது. അയ്യോ അതിന് നിർജീവമായി പിറന്ന പൈതലെന്നാണ് അതിന് പറയുന്നത്. அது ஜீவனற்றதான ஒரு குழந்தை என்று சொல்லப்படுகிறது. ചലനമില്ലാത്ത കുട്ടി സ്റ്റിൽ ബോൺ എന്നാണ് അതിനെ കുറിച്ച് പറയുന്നത്. அசைவில்லாத ஒரு சரீரம் என்று சொல்லப்படுகிறது. ഉടനെ ആ നഴ്സുമാരെല്ലാം ഈ കുട്ടിയെ കാല് തലകീഴായി പിടിച്ചു. அந்த டாக்டர்ஸ் அந்த பிள்ளையை தலைகளாக பிடித்து, ഉടനെ തലകീഴായി പിടിക്കും. தலைகளாக பிடித்து എന്ത് ആ ശ്വാസനാളത്തിനുള്ളിൽ அந்த சுவாச நாளத்தில் കഫവും മറ്റും കയറി അടഞ്ഞിട്ടുണ്ടെങ്കിൽ, கபம் இப்படிதான காரியங்கள் அடைந்திருக்குமானால் ഊറി വെളിയിൽ പോകണം. അതിനാണ് ഇതിന് തലകീഴായി പിടിക്കുന്നത്. அது வெளியே போகும்படியாக தான் இது தலைகீழாக பிடிக்கிறார்கள். അതിനിടയ്ക്ക് ഞാൻ ഒരു കാര്യം കൂടെ പറയുന്നു. அதனிடையில் நான் ஒரு காரியம் கூட நினைப்பூட்டுகிறேன். ദൈവത്തിൽ ജനിച്ച മക്കളാണ് നാം. தேவன் பிறந்த மக்களாய் இருக்கிறோம். എന്ന് പറഞ്ഞാൽ പുതുതായി ജനിച്ചു. அப்படியானால் நாம் புதிதாக பிறந்திருக்கிறோம். വെള്ളത്താൽ ജനിച്ചു, வெள்ளத்தால் நாம் பிறந்திருக்கிறோம். ആത്മാവിനാൽ ജനിച്ചു, ஆவியினால் பிறந்திருக்கிறோம். ദൈവത്തിന്റെ സന്തതിയായി പിറന്ന ആ വ്യക്തി, தேவனுடைய சந்ததியாய் பிறந்த ஒரு நபர், അത് കരയുന്നില്ലെങ്കിൽ, அந்த நபர் அழாவிட்டால் അതിന് ജീവനില്ലാത്ത പോലെ തോന്നും. அதுக்கு உயிரில்லை என்று அறிகிறோம். ഉടനെ അതിനെ തലകീഴെ പിടിക്കും. உடனே அதை தலைகீழாக பிடிக்கிறோம். നിങ്ങൾ എന്താ അത് മനസ്സിലാക്കിയത്? அதிலிருந்து நீங்கள் என்ன புரிந்து கொள்கிறீங்க? കരച്ചിൽ എന്ന് പറയുന്നത് ശരിയായി പ്രാർത്ഥിക്കുന്ന അനുഭവമാണ്. அந்த அழுகை என்று சொல்வது சரியான ஜெபத்தை காட்டுகிறது. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമുക്ക് തരുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ദൈവം നമുക്ക് തരുമ്പോൾ, ആ പിതാവിനെ നോക്കി നിലവിളിക്കാനും പ്രാർത്ഥിക്കാനുമായി തരുന്ന ആത്മാവ്, പിതാவை നോക്കി கூப்பிடும்படியாக ஜெபிக்கும்படியாக தான் இந்த ஆவியை தருகிறார். പിതാവെ എന്ന് വിളിക്കാൻ വെക്കണം. அப்பா பிதாவே என்று கூப்பிடும்படியாக സ്വപുത്രന്റെ ആത്മാവിനെ നമ്മിൽ പകർന്നു. அந்த புத்திர சுவிகாரத்தின் ஆவியை நாம் பெற்றிருக்கிறோம். നാം കരയുന്നവരായിരിക്കണം. நாம் അഴുகிறவர்களாக இருக்க வேண்டும். അഭിഷേകം പ്രാപിച്ച ദൈവങ്ങൾ കരയുന്നില്ലെങ്കിൽ, அபிஷேகம் பெற்றதான தேவஜனங்கள் அழாவிட்டால் തലകീഴെ പിടിക്കും. നിങ്ങളെ தலைகளாக பிடிக்க வேண்டியது வரும். എല്ലാം തലകീഴെ പോകുമെന്ന്, எல்லாம் தலைகளாக போய்விடும். അപ്പൊ അങ്ങനെ വരുന്നതിന് മുമ്പ് அது அப்படிப்பட்ட அனுபவம் வருவதற்கு முன்பாக പ്രാർത്ഥിച്ചുകൊള്ളണം. நாம் ஜெபம் பண்ணிக்கொள்ள வேண்டும். ദൈവത്തിന് സ്തോത്രം. ஆண்டவரே ஸ்தோத்திரம். അവരെ കൃത്രിമ ശ്വാസോച്ഛ്വാസം എല്ലാം കൊടുത്ത്, அது கிருத்திரம், அதாவது இயற்கை சுவாசம் கொடுத்து ജീവൻ വന്നു. ஜீவன் வருகிறது. അപ്പൊ ജഡവും വന്നു, அப்படி சரீரம் வந்து ആത്മാവും വന്നു. ആവിയും വന്നത്. രണ്ട് അഡ്രസ് ഉണ്ട്, രണ്ട് വിലാസം ഉണ്ട്. ജീവൻ ജഡപ്രകാരമുള്ള പിതാവിൽ നിന്ന് വന്നു, ജീവൻ മാംസപ്രകാരം തകപ്പിൽ വന്നത്. ആത്മാവ് സർവശക്തനായ ദൈവത്തിങ്കിൽ നിന്ന് വന്നു. ആവി പരലോകത്തിൽ നിന്ന് സർവ്വവല്ലമുള്ള ദൈവത്തിൽ നിന്ന് கிடைத்தது. ആത്മാവ് നമ്മൾ ഉള്ളതുകൊണ്ടാണ് அந்த ஆவி நம்மில் இருக்கிறபடினால നമുക്ക് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നു. அப்படி ஆவி இருக்கிறவனா ஒவ்வொரு காரியங்களையும் ஒழுங்கு செய்ய முடிகிறது. ഈ ചാണിയുടെ പ്രദേശത്ത്, இந்த சாணி பிரதேசத்தில் നൂറ്റാണ്ട് കണക്കിന്, நூற்றாண்டுகளுக்கு முன்பாக ആനയോ ഒട്ടകമോ വലിയ ജന്തുക്കളൊക്കെ നടന്നിട്ടുള്ള സ്ഥലം. ആന, ഒട്ടകങ്ങൾ, ഇപ്പിടപ്പെട്ട മൃഗങ്ങൾ இந்த இடத்தில் നടന്നதான ഇടം. അതെല്ലാം ചവിട്ടി മെതിച്ച് നാശമാക്കുന്നല്ലാതെ, അവകളെല്ലാം ചവിട്ടി അழித்தது என்று மட்டுமல்லாமல், ഒരു റോഡോ ഒരു പാലമോ ഒരു വീടോ പണിതിട്ടില്ല. ഒരു റോഡോ ഒരു വീടോ പാലമോ കട്ടവിல்லை. പിന്നെ എപ്പോഴാണ് വീടുണ്ടായത്? പിന്നെ எப்போதான் വീട് ഉരുവാകുന്നത്? ഒരു യേശുദാസനോട് വന്നപ്പോഴാണ് വീടുണ്ടായത്. യേശുദാസൻ ഇപ്പോൾ വന്നപ്പോൾ വീട് ഉരുവാനത്. ഒരു തോമസും ഒരു മർക്കോസും വന്നപ്പോഴാണ് വീടുണ്ടായത്. ഒരു തോമസും ഒരു മാർക്കോസും இந்த இடத்துல வந்தപ്പോഴാണ് വീട് ഉരുവാനത്. എങ്ങനെയാ വീടുണ്ടാകും? കാരണം எப்படி இந்த வீடு உண்டாவது காரணம், പിതാവിന്റെ സൃഷ്ടിയുടെ ഒരു വൈഭവം നമ്മിലുണ്ട്. പിതാവുடைய அந்த സൃഷ്ടിയുടെ அந்த നോക്കം നമ്മിൽ കാണപ്പെടും. അതിനാണ് ക്രിയേറ്റീവ് ജീനിയസ് എന്ന് പറയുന്നത്. സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരു സ്വഭാവം നമ്മിലുണ്ട്. അതാണ് നമ്മളെ ഉരുവാക്കുறதுக்கு വല്ലമുള്ളതാണ് ഒരു വല്ലമൈ. ദൈവത്തിന് സ്തോത്രം. കർത്തരുടെ സ്തോത്രം. ദൈവത്തിങ്കിൽ നിന്ന് വന്നതാണ്. அந்த വല്ലമൈ தேவனிடத்தில் വന്നത്. 160 നിലയുള്ള വീട് പോലും നമുക്ക് പണിയാൻ സാധിക്കും. നൂറ്റാണ്ടുകളാണ് വീടുകൾ, 160 നിലയുള്ള വീടുകൾ പണിയാവുന്ന, 160 നിലയുള്ളതാണ് വീടുകൾ നമുക്ക് കട്ടലാം. എന്തുകൊണ്ടാ? എതற்காக? ഒരു നായ്ക്ക് അത് പണിയാൻ സാധിക്കില്ല. നായ്ക്ക് அதை കട്ട முடியாது. 10 ആനകൾ ചേർന്നാൽ പണിയാൻ ഒക്കെയില്ല. 10 ആനകൾ ചേർന്നാൽ കട്ട முடியாது. ദൈവത്തിന്റെ ക്രിയേറ്റീവ് സൃഷ്ടിയുടെ വൈഭവം നിങ്ങൾ തന്നിട്ടുണ്ട്. ദൈവത്തിന്റെ ക്രിയയുടെ വല്ലമേ നമ്മിൽ വന്ന് കാണപ്പെടുகிறது. ദൈവത്തിന് സ്തോത്രം. ഒരു സ്തോത്രം. എന്നാൽ നമുക്ക് ചില പരിമിതികളുണ്ട്. ஆனால் നമുക്ക് ഒരു കുറിക്കപ്പെട്ട എൽഗை ഉണ്ട്. പുതുതായി ഒന്നിനെ സൃഷ്ടിക്കാൻ നമുക്ക് അധികാരമില്ല. പുതുതാக ஒன்றை உருவாக்க നമുക്ക് അധികാരമില്ല. ദൈവം ഉണ്ടാക്കിയതിനെ എടുത്ത് മാനിപ്പുലേറ്റ് ചെയ്യാം, അതിനെ ഇങ്ങനെയോ അങ്ങനെയോ കൂട്ടിച്ചേർക്കാം, പിരിക്കാം, അതിനുള്ള കഴിവുണ്ട്. தேவன் உருவாக்கினதை அப்படி இப்படியாக மாற்றி உருவாக்க முடியாது. പക്ഷേ ഇതിനെ ഇങ്ങനെ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയും. இதை அப்படி இப்படியாக உருவாக்க முடியும். ദൈവത്തിന് ஆண்டவர் ஸ்தோத்திரம். ഡെവലപ്പ് ചെയ്യാൻ കഴിയും. அதை மேன்மை, அதை உயர்த்த, அதை வளர்ச்சியடைய செய்ய முடியும். ഉരുവാക്കാനായിട്ട്, ഡെവലപ്പ് ചെയ്യാനായിട്ട്, സൃഷ്ടിക്കാൻ കഴിയും. அதை உருவாக்க முடியும். അത് വേറെ ഒരു ജന്തുക്കൾക്ക് സാധ്യമല്ല. മറ്റൊരു മൃഗങ്ങൾക്ക് முடியாது. മനുഷ്യൻ മൃഗത്തെ പോലാണെന്ന് പറഞ്ഞാൽ അവൻ അത്രയും വലിയ മൂഢനില്ല. മനുഷ്യൻ മൃഗത്തെ പോലെ എന്ന് சொன்னால் அப்படிப்பட்டதான வேற மூடத்தனமான அனுபவம் வேற இல்லை. നാളെ അവനൊരു ജന്തുവായി പോകുമെന്ന് പറഞ്ഞാൽ, നാളെ ഒരു മൃഗமாக പോകും എന്ന് சொன்னால் അബദ്ധ പഞ്ചാംഗം, അത് മോശமான ഒരു അനുഭവം. ദൈവത്തിന് സ്തോത്രം. സ്തോത്രം. നാം ഉറങ്ങാൻ പോകും, ഉറങ്ങിയാൽ നമ്മെ വിളിച്ചു വരുത്തും.
നാം ഉറങ്ങാൻ പോകും, റെസ്റ്റിന് പോകും, നാം ഉറങ്ങുമ്പടിയാക പോകുമ്പോതും റെസ്റ്റിന് പോകും, നാം ഇളപ്പാറുമ്പടിയാ പോകുമ്പോതും അതിൽ നിന്ന് വീണ്ടും നമ്മെ വിളിച്ചു വരുത്തും. അതിന് തിരുമ്പോ നമ്മെ അழைத்து கொண்டு வருகிறார். ദൈവത്തിന് സ്തോത്രം. ആണ്ടവரு സ്തോത്രം. മരണം എന്ന് പറയുന്നത് നമ്മുടെ വിശ്രമമാണ്. மரணம் என்று சொல்லும்போது நம்முடைய இளைப்பாறுதல் என்று வாசிக்கிறோம். ഉറങ്ങാൻ നിദ്ര കൊള്ളുന്ന நாம் உறங்கும்படியாக போகிறோம். അത് മറ്റൊരു ജന്തുവായി മാറുകയില്ല. நாம் மற்றொரு மிருகமாக மாற மாட்டோம். പുനരുത്ഥാനമാണ് നമുക്ക് തന്നിരിക്കുന്നത്. மறுவும் தான் கர்த்தர் நமக்கு தந்திருக்கிறார். ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് വരുന്ന நாம் உறங்கி நாம் திரும்ப எழும்பி வருகிறோம். ദൈവത്തിന് സ്തോത്രം. ஆண்டவர் ஸ்தோத்திரம் உண்டா. അങ്ങനെയുള്ള മനുഷ്യരോട് കർത്താവ് പറയാണ്, அப்படிப்பட்டதான மனுஷனோடு ஆண்டவர் பேசுகிறார். നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. உங்களுடைய இருதயம் கலங்கி போக கூடாது. ദൈവത്തിൽ വിശ്വസിക്കണം. தேவனிடத்தில் விசுவாசமாய் ആ ദൈവമാണ് നമ്മുടെ പിതാവ്. அந்த தேவன் தான் നമ്മുടെ പിതാവായി ആ இருக்கிறார். പിതാവാണ് നമുക്ക് ജീവൻ തന്നത്. அந்த பிதாவு தான் நமக்கு ஜீவன் தந்திருக்கிறார். അവനെ മാത്രമേ പിതാവെന്ന് വിളിക്കാവൂ. அவரை மட்டும்தான் பிதாவென்று அழைக்க வேண்டும். കന്നുകാലിയെയും ഇഴജന്തുവിനെയും മറുജാതികളെയും മരത്തെയും കയറി പിതാവെന്ന് വിളിക്കരുത്. ஆடு மாடுகள் பாம்பு இளஜந்து இப்படிப்பட்டவர்களை குறித்து நாம் தெய்வம் என்று கூப்பிடக்கூடாது. ഇവയെല്ലാം ദൈവമല്ലാത്തവകൾ, இவைகள் எல்லாம் தெய்வம் அல்ல அற்றவர்களாக இருக்கிறது. അങ്ങനെ ഒരു തിന്മ നാം ചെയ്താൽ அப்படிப்பட்ட தீமையான காரியங்கள் நாம் செய்வோமானால் ഉടനെ പിശാച് അവിടെ പ്രവർത്തിക്കും. உடனே அந்த இடத்துல பிசாசு கிரியை செய்வார். അതാണ് ഈ പുണ്യ സ്ഥലങ്ങളിലൊക്കെയും എന്തെങ്കിലുമൊക്കെയും കാര്യങ്ങൾ നടക്കുന്നത്. அதான் சில புண்ணிய ஸ்தலங்கள் அப்படிப்பட்டதான காரியங்கள் நடைபெறுகிறது. പക്ഷെ നിന്റെ പാപത്തിന് വിടുതൽ തരാൻ കഴിയില്ല. ஆனால் உன் பாவத்திலிருந்து விடுதலை பெற்றுள்ள முடியாது. നിന്റെ സ്വഭാവത്തിന് മാറ്റം വരുത്താൻ കഴിയില്ല. உன் சுபாவத்திற்கு ஒரு மாற்றம் வருத்த முடியாது. മരണത്തിനപ്പുറമായ ഒരു ജീവനുണ്ടെന്ന് പറഞ്ഞു തരാൻ അതിന് സാധ്യമല്ല. மரணத்துக்கு பிறகு ஒரு நித்திய ஜீவன் உண்டு என்று சொல்லி தர முடியாது. ഇവിടെ കർത്താവ് പോകുന്നതിന് മുമ്പ് പറയുകയാണ്, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു പോർക്ക് മുമ്പാக சொல்லுகிறார், എന്ത് കാരണവശാലും எந்த காரணத்தாலும் നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകും. உங்களுடைய இருதயம் கலங்கி போக கூடாது. പ്രയാസം പ്രശ്നങ്ങൾ വന്നാൽ பிரயாசங்களும் போராட்டங்கள் வரும்போது ദൈവം നമ്മുടെ ഇടയിലുണ്ട്. ஆண்டவர் നമ്മുടെ மத்தியில் உண்டு. നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ஜெபம் பண்ணுவோம். നമ്മുടെ പ്രശ്നങ്ങൾ ദൈവസേനയിൽ കൊണ്ടുപോകാം. നമ്മുടെ പ്രശ്നങ്ങളെ தேவ சமூகத்தில் கொண்டு போவோம். അവൻ നമുക്ക് പരിഹാരം அவர் തരും. நமக்கு பரிகாரத்தை தருவார். അങ്ങനെ മാത്രമേ ചെയ്യാവൂ. அப்படி மட்டும்தான் நாம் செய்ய வேண்டும். ഒരു വ്യക്തി ഒരു വീട്ടിൽ മരിച്ചാലും, ஒரு நபர் നമ്മുടെ ஒரு வீட்டில் மரணப்பட்டு போயால் നാം പരാതി പറഞ്ഞ് ദൈവത്തിന് ബലിചാരി ബഹളം ഉണ്ടാക്കുന്നവരല്ല. அதை குறித்து தேவன் சமூகத்தில் பராதி சொல்லி தேவன் மேல் பழி சுமத்துவர்களாய் காணப்படக்கூடாது. അവർ എവിടേക്ക് പോയി? அவர் எங்கே சென்றார்? വിട്ടുപിരിഞ്ഞ് കർത്താവിനോട്. அவர் பிரிந்து கிறிஸ்துவோடு சேர்க்கப்பட்டார். ദൈവം തന്നു, ദൈവം എടുത്തു. கர்த்தர் தந்தார், கர்த்தர் எடுத்தார். ദൈവത്തെ മഹത്വപ്പെടുത്തുക അല്ലാതെ വേറൊന്നും നാം ചെയ്യാൻ പാടില്ല. தேவனை மகிமைப்படுத்துறது அல்லாமல் வேற ஒன்று நாம் செய்யக்கூடாது. ദൈവത്തിൽ വിശ്വസിക്കണം. தேவனில் விசுவாசம் வைக்க வேண்டும். യേശു കർത്താവിലും വിശ്വസിക്കണം. கர்த்தராகிய இயேசு கிறிஸ்துவிலும் விசுவாசம் வைக்க வேண்டும். ദൈവത്തിന് സ്തോത്രം. ஆண்டவரே ஸ்தோத்திரம். ഞാൻ പറയാണ്, ഞാൻ പിതാവിന്റെ ഭവനത്തിലേക്ക് പോവുക. அவர் சொல்றார், நான் பிதாவுடைய வீட்டிலே போகிறேன். ഞാൻ ഉടനെ ചോദിച്ചു, കർത്താവേ, ഞങ്ങൾ എങ്ങനെ അറിയും നീ പിതാവിന്റെ ഭവനത്തിൽ എവിടെ പോകും? ഞങ്ങൾ എങ്ങനെ അറിയും? ஆண்டவரே, நீர் பிதாவிடத்தில் போகிறார்கள், நாங்கள் எப்படி அறிந்து கொள்வோம்? അതിന് വഴി ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. அதற்கான பாதை வழி நாங்கள் அறியாமல் இருக்கிறோம். തിരിഞ്ഞ കർത്താവ് എന്ത് പറഞ്ഞെന്നറിയാമോ? திரும்பவும் கர்த்தர் என்ன சொன்னார்? I am the way, truth and life. ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും. நானே வழியும் சத்தியமும் ஜீவனுமாக இருக்கிறேன். ഞാനാണ് വഴി. നീ എന്നെ വിശ്വസിച്ചാൽ ഞാൻ പോയ പാതയിൽ നിനക്ക് വരാൻ. நான் தான் வழி. என்ற பாதை விசுவாசித்தால் அந்த பாதையில் பிதாவை காணலாம். ഞാൻ തന്നെയാണ് സത്യം. நான் தான் சத்தியமாயிருக்கிறேன். ഇത് നീ അനുസരിച്ചാൽ ഞാൻ പോകുന്നിടത്ത് നിനക്ക് വരാൻ കഴിയും. நீ இதை கீழ்ப்படிவாயானால் நான் போகிற இடத்தில் வரலாம். ഞാൻ തന്നെയാണ് ജീവൻ. நானே ஜீவனாக இருக்கிறேன். എന്നെ നീ വിശ്വസിച്ചാൽ, என்னை நீ விசுவாசிப்பாயானால் ഞാൻ ഇരിക്കുന്നിടത്ത് നിനക്ക് വരാൻ സാധിക്കും. நான் இருக்கிற இடத்தில் உனக்கு வந்து சேர முடியும். അതാണ് നമുക്ക് തന്ന സുവിശേഷം. அதான் தேவன் நமக்கு தந்த சுவிசேஷம். പറയാണ്, ഞാൻ നിങ്ങൾക്കൊരു സ്ഥലം ഒരുക്കാൻ പോകും. அப்படியானால் എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങൾ. என் பிதாவின் வீட்டில் அநேக வாசஸ்தலங்கள் உண்டு. എന്നാൽ ഞാൻ നിങ്ങൾക്കൊരു സ്ഥലം ഒരുക്കാൻ പോകും. ஆனால் நான் உங்களுக்கு ஒரு இடத்தை ஆயத்தப்படுத்த போகிறேன். അത് പറഞ്ഞതിന് ശേഷം കർത്താവ് ക്രൂശീകരണത്തിൽ പോയി. அவர் அதை சொன்ன பிறகு ஆண்டவர் இயேசு கிறிஸ்து கல்வாரியிலே கடந்து சென்றார். ദൈവനെ മരിച്ചവരിൽ നേരെ ഉയർപ്പിച്ച് അവന് തേജസ് കൊടുത്തു. ஆண்டவர் மரித்தெழுந்து அவரை உயிர்ப்பித்து அவர் மகிமையை கொடுத்தார். അവനധികം താമസിയാതെ പിതാവിന്റെ അടുക്കിലേക്ക് പോയി. அது சீக்கிரமாய் அவர் பிதாவிடத்தில் சென்று சேர்ந்தார். നോക്കി നിൽക്കുമ്പോൾ எல்லாரும் பார்த்து கொண்டிருக்கும் போது കാലിങ്ങനെ ഉയർന്നു മേലോട്ട് அவருடைய பாதம் உயர்ந்து போய்கொண்டிருந்தது. അങ്ങനെ പോയി ഒരു മേഘം വന്ന് തന്നെ മറച്ചു. அவர் போக போக ஒரு மேகம் அவரை மறைத்து விட்டது. അവർക്ക് കണ്ണു മറയ്ക്കാൻ കഴിയുന്നില്ല, അവിടുന്ന് പോകാനും കഴിയുന്നില്ല. அவരുടെ கண் மறைய முடியலை, போக முடியாத காலத்தில் காணப்பட்டார். അവരങ്ങനെ നോക്കി നിൽക്കുമ്പോൾ, அப்படியாக அவர் பார்த்து கொண்டு நிற்கும் போது വെള്ളവസ്ത്രം ധരിച്ച് രണ്ട് ദൂതന്മാർ വന്ന്, வெண் வஸ்திரம் தரித்தான் ரெண்டு தூதன்மார்கள் அவருடைய முன் வெளிப்பட்டார். പുരുഷന്മാരെ, கலிலியா நாட்டாரே, നിങ്ങൾ സ്വർഗത്തിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നു. நீங்கள் பரலோகத்தை நோக்கி நிற்கிறது ஏன்? നിങ്ങളെ വിട്ട് സ്വർഗ്ഗാരോഹണമായ യേശു, உங்களை விட்டு பரலோகத்தை எடுத்துக் கொள்ளப்பட்டதான இந்த இயேசு പോകുന്നതായി കണ്ട് അതുപോലെ മടങ്ങി വരും.
எப்படி போனாரோ அப்படி அவர் திரும்பி வர போகிறார். ദൈവത്തിന് സ്തോത്രം. ஆண்டவருக்கு ஸ்தோத்திரம். അവർക്ക് സമാധാനമായി. அவங்களுக்கு சமாதானமானது. അങ്ങനെ കർത്താവ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി അവർ പോയിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. அவர் கர்த்தர் சொன்னதான காரியங்களை கேட்டு அதை செய்து ஜெபிக்க போனார்கள். ദൈവത്തിന് സ്തോത്രം. ஆண்டவருக்கு ஸ்தோத்திரம். അപ്പൊ കർത്താവ് സ്വർഗത്തിലേക്ക് പോകുന്ന അവർ കണ്ടു. ஆண்டவர் தேவன் பரலோகத்து போனதை அவர்கள் கண்டார்கள். നമ്മുടെ കർത്താവ് ഒരിക്കലും പറഞ്ഞ് കബളിപ്പിക്കുന്ന ആളല്ല. നമ്മുടെ தேவன் ஒருபோதும் நம்மை ஏமாற்றுகிற தேவன் அல்ல. താൻ ഭോഷ്ക് പറയാത്ത സത്യദൈവമാണ്. தேவன் பொய் ഉരയാத தேவൻ. അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങൾ, പിതാവിൻ വീട്ടിൽ അനേക വാസസ്ഥലങ്ങൾ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ആണ്ടവർക്ക് സ്തോത്രം. എന്തുകൊണ്ടാണ് പിതാവെന്ന് വിളിക്കുന്നത്? നാം എதற்காக പിതാവെന്ന് കൂപ്പിടുறோம்? മനുഷ്യനെ മണ്ണിൽ നിന്നെടുത്തിട്ട്, മനുഷ്യനെ മണ്ണിൽ നിന്നെടുത്ത് ദൈവത്തിന്റെ ജീവശ്വാസം അവനിൽ ഊതി, ദൈവത്തിന്റെ ജീവ ആത്മാവെ അവനിൽ ഊറ്റി, എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്വന്തം ജീവനെ അവനിൽ ഇട്ടു. ദൈവത്തിന്റെ സ്വന്തം ജീവനെ അവനുക്കുള്ളിൽ ആക്കിനാർ. ആ ജീവൻ വന്നു കഴിഞ്ഞപ്പോൾ, அந்த ജീവൻ പെറ്റപോത് ഉടനെ അവനിൽ ഒരു വ്യക്തിത്വം ഉണ്ടായി. ഉടനെ അവനിൽ ഒരു ആൾത്തുവം കാണപ്പെട്ടത്. അവൻ ജീവനുള്ള ദേഹിയായി. അതൊക്കെ പ്രധാന ഒരു ജീവനുള്ള ആത്മാവെ മാറ്റപ്പെട്ടാൻ. അതാണ് നമ്മുടെ ജീവന്റെ ഉത്ഭവം എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ജീവന്റെ ആരംഭமாக இருக்கிறது. ദൈവത്തിന് സ്തോത്രം. കർത്തൃ സ്തോത്രം. അതിനെ നിഷേധിക്കാൻ ഒരു ശാസ്ത്രവുമില്ല, ഒരു തിയറിയുമില്ല. அதை மாற்றவோ மறைக்கவோ வேற ஒரு சரித்திரமும் இல்லை. അങ്ങനെയാണ് ദൈവം നമ്മുടെ പിതാവായിരിക്കുന്നത്. അതാണ് നമ്മുടെ ദൈവം നമുക്ക് പിതാവായി കാണപ്പെടുന്നത്. എന്നാൽ ആ സത്യത്തെ മറച്ചു വെക്കുകയാണ് പിശാച് ചെയ്യുന്ന നമ്പർ 1 ഏറ്റവും വലിയ തിന്മ എന്ന് പറയുന്നത്. அதான் அந்த சத்தியத்தை மாற்றி வைக்க அதை மறைக்கிறதான ஒரு பெரிய சத்தியம் தான் பிசாசிന്റെ கிரியா இருக்கிறது. ദൈവത്തിന് സ്തോത്രം. ஆண்டவருக்கு ஸ்தோத்திரம். ഈ ജീവൻ മനുഷ്യനിൽ ഉള്ളതിനാൽ, இந்த ஜீவன் மனிதனில் കാണപ്പെടുന്നതിനാൽ നമ്മുടെ ദൈവമായിട്ടുള്ള ബന്ധം എന്താണ്? நம் தேவனுமாയുള്ള ஐக்கியம் என்ன? പിതാവും മക്കളും എന്ന പോലുള്ള ബന്ധം. தகப்பனும் பிள்ளைங்கிறதான ஐக்கியம். അതുകൊണ്ടാണ് മനുഷ്യരെ കുറിച്ച് പറയുമ്പോൾ, அதான் മനുഷ്യരെ കുറിച്ച് പറയുമ്പോൾ, ജനങ്ങളെ കുറിച്ച് ചൊല്ലുമ്പോൾ, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ, മക്കൾ മാംസം രക്തമുള്ളവരായിരിക്കുന്നതിനാൽ, ആദ്യം അങ്ങനെ അല്ലായിരുന്നു. முதலாவது அப்படி அல்ல, ആത്മാവിൽ പ്രകാശിക്കുന്നവരായിരുന്നു. ആവിയിൽ പ്രകാശികളായി കാണപ്പെട്ടു. എന്നാൽ ദൈവമായിട്ടുള്ള ബന്ധം വിട്ടുപോയതോടുകൂടെ, ദൈവനുമായുള്ള ഐക്യം വിട്ട പിറക്, ദൈവത്തിന്റെ ജീവന്റെ ഒഴുക്ക്, കറണ്ട് വരുന്ന പോലുള്ള ആ ഒഴുക്ക് അങ്ങ് നിന്നു. കറണ്ട് പോലുള്ള ആണ്ടോടെ ജീവൻ വിട്ടുപോന പിറക്, അപ്പം ജീവൻ ഒരു അല്പമായി കുറഞ്ഞു. ജീവൻ കൊഞ്ചം കുറഞ്ഞു വിട്ടത്. നമ്മൾ ഈ ട്യൂബ് ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ இந்த ട്യൂബ് ലൈറ്റ് അണയ്ക്കുമ്പോൾ, അതിന്റെ മൂലയിൽ ഒരു ശകലം വെളിച്ചമിരിക്കും. അതിന്റെ ഒരു ഓരത്തിൽ കൊഞ്ചം വെട്ടം കാണപ്പെടും. ശകലം മിനുക്കം കാണാൻ സാധിക്കും. ചിന്ന ഒരു മിന്നിക്കൊണ്ടിരുന്ന ഒരു അനുഭവം കാണപ്പെടും. നിങ്ങൾ അതിന്റെ അടുക്ക് ചെന്നാൽ നിങ്ങളുടെ മുടി അതിങ്ങനെ ആകർഷിക്കും. അതിന്റെ അരികിൽ ചെന്നാൽ ഉങ്ങളുടെ തലമുടിയെ അത് ഈർത്തുകൊള്ളും. ഒരു പേപ്പർ കൊണ്ടുവന്നാൽ അത് പേപ്പർ ഇങ്ങനെ ആകർഷിക്കും. அந்த പേപ്പറെ കൊണ്ടുപോയാൽ அந்த പേപ്പർ അതേ അത് ഈർത്തുകൊള്ളും. അതിന്റെ പേരെന്താണ്? അതിന്റെ പേരെന്നെ? സ്റ്റാറ്റിക് കറണ്ട്, അല്ലെങ്കിൽ കുടുങ്ങിയ, അതിനകത്ത് പെട്ടുപോയ കുടുങ്ങിയ കറണ്ട് എന്നാ പേര്. അത് കൊഞ്ചം അത് ആരംഭ കറണ്ട് എന്ന് ചൊല്ലപ്പെടുന്ന ഒരു അനുഭവം. കുറച്ചു സമയം കഴിയുമ്പോൾ അതങ്ങനെ തേഞ്ഞു മാഞ്ഞില്ല. കൊഞ്ച നേരം പോകുമ്പോൾ അത് അപ്പടി അണൈந்து മായ്ந்து വിടുന്നത്. നമ്മെ സൃഷ്ടിച്ചപ്പോഴെങ്ങനെയാണ് സൃഷ്ടിച്ചത്? നമ്മെ ഉരുവാക്കിന പോത് എപ്പടി ഉരുവാക്കിനാർ? സൂര്യൻ പ്രകാശിക്കുന്ന പോലെ തേജസ്സും മഹിമയുള്ളവനായി സൃഷ്ടിച്ചു. സൂര്യൻ പ്രകാശിക്കുന്നത് പോലെ മഹിമയും മേന്മയുമായി കർത്തർ ഉരുവാക്കിനാർ. ദൈവത്തിന്റെ ജീവൻ കറണ്ട് പോലെ അവനിൽ ഒഴുകിക്കൊണ്ടിരുന്നു. കർത്തരുടെ ജീവൻ ഒരു കറണ്ട് പോലെ അവന്റെ ശരീരത്തിൽ പായ്ந்துകൊണ്ടിരുന്നത്. സ്വർഗീയനായിരുന്നു. അവൻ പരലോകത്തുള്ളവനായി കാണപ്പെട്ട. ഇപ്പോൾ അത് ആ കറണ്ട് കട്ടായതോടുകൂടി, കറണ്ട് അത് കട്ടാന പോത് ജീവൻ അതിന്റെ പീരീഡ്, അതിന്റെ ഡ്യൂറേഷൻ കുറഞ്ഞു. അതിന്റെ കറണ്ടുടെ വരുകை നിன்றതിനാൽ അതിന്റെ അനുഭവം വിട്ടുപോകുന്നത്. ഭൂമിയിൽ വർദ്ധിച്ചു പെരുകേണ്ടതിനായി മനുഷ്യനെ സൃഷ്ടിച്ചതിനാൽ, ഭൂമിയിൽ പെരുകുമ്പടിയാക മനുഷ്യനെ സൃഷ്ടിച്ചതിനാൽ, ദൈവം കുറഞ്ഞ ജീവനെ നിലനിർത്തി കൊടുത്തു. அந்த குறைந்த ஜீவனை ஆண்டவர் அவருக்கு நிலைநிறுத்தி கொடுத்தார். അങ്ങനെയാണ് ആദ്യത്തെ മനുഷ്യനെ നോക്കുമ്പോൾ, முதலாவது மனிதனை கவனிக்கும் போது 969 വർഷം അവൻ ജീവനോടിരുന്നു. 969 வருடம் அவன் உயிரோடு இருந்தான். മെഥൂശലൻ പറഞ്ഞ വ്യക്തി 969 വർഷം ജീവനോടിരുന്നു. മെഥൂശലൻ 969 വയസ്സ് വരെ ജീവനോട് இருந்தார். കുറഞ്ഞു വന്ന് കുറയെ വന്ന് അബ്രഹാമിന്റെ കാലം വന്നപ്പോൾ, ആബ്രഹാമിന്റെ കാലഘട്ടം വന്നപ്പോൾ 969 എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് 120 കുറച്ചു. 969 കട്ടാക്കി 120 ആക്കി വിട്ടാർ. മനുഷ്യന്റെ അക്രമം സഹിക്കാൻ വയ്യാതെ വന്നപ്പോ, മനുഷ്യന്റെ പാവം പൊറുക്ക മുടിയാതെ വന്നപ്പോൾ, ദൈവത്തിന് ദുഃഖം സഹിക്കാൻ വയ്യാതെ വന്നപ്പോ, ദൈവങ്ങൾക്ക് ദുഃഖവും വേദനയും പൊറുക്ക മുടിയാതെ വന്നപ്പോൾ, ആ സ്ലേറ്റ് ഇങ്ങോട്ട് എടുത്ത് ഒന്ന് വെട്ടിയിട്ട് 120 കുറച്ചു. அந்த ஸ்லேட் எடுத்து வெட்டிட்டு அதை 120 ആക്കി വിട്ടാർ. പിന്നെയും അങ്ങനെ കഴിഞ്ഞു പോയി. திரும்பவும் அது அப்படியே போய் കൊണ്ടിരുന്നത്. മോശയുടെ സമയം വന്നപ്പോൾ, മോശയുടെ കാലം വന്നപ്പോൾ പിന്നെയും കുഴപ്പം കാണിച്ചതിനാല്, திரும்பவும் குழப்படி ഉണ്ടാവുന്നതിനാല് മൂന്നാമത് ഒന്നുകൂടെ വെട്ടി.
மூன்றாவது திரும்ப ஒன்றோட வெட்டினார். ഈ 120 70 ആക്കി മാറ്റി. 120 70 മാറ്റി വിട്ടാർ. ഇപ്പൊ ആയുസ് എത്ര ഉണ്ട്? இப்போது ஆயுசு எப்படியா மாறி இருக்குது? നമ്മുടെ സ്കെയിലിന്റെ നീളം എത്ര ഉണ്ട്? அந்த ஸ்கேலினுடைய அளவு எப்படியா இருக்கிறது? 70 സെന്റിമീറ്റർ. 70 സെന്റിമീറ്റർ ആയി വിട്ടത്. ആയുസ് 70 ഏറെയാൽ 80. 70 மீதியால் 80. അതിന്റെ പ്രതാപം പ്രയാസവും കഷ്ടവും, അതിന്റെ മേന്മ ദുഃഖവും പ്രയാസമായി കാണപ്പെടുகிறது. വേഗം തീരും, അത് വേഗം തീരും, ഞങ്ങൾ പറന്നു പോവും. ദൈവത്തിന് ആണ്ടൊരു സ്തോത്രം. എന്നാൽ മനുഷ്യൻ ഇങ്ങനെയൊക്കെ ആയിട്ടും കൂടെ മനുഷ്യൻ ഇപ്പിടിപ്പെട്ട അനുഭവത്തിൽ ആയിരുന്നിട്ടും പിതാവിന്റെ ഹൃദയം നമുക്ക് വേണ്ടി വേദനപ്പെടുന്നുണ്ട്. ഒരു പിതാവുடைய இருதயம் நமக்காக துடிக்கிறது. സകല ജാതികളും അവനവന്റെ വഴി വഷളാക്കി, സകല ജാതികളും അവனுடைய பாதையை மோசமாக்கி விட்டார்கள். മക്കൾ തിരിഞ്ഞിരുന്ന് അപ്പനെ ഉണ്ടാക്കുക, மக்கள் திரும்பி இருந்து அப்பனை உருவாக்கிறார்கள். അതാണ് വിഗ്രഹാരാധന എന്ന് പറയുന്നത്. அதான் விக்கிர ஆராதனை என்று சொல்லப்படுகிறது. പിള്ളേരെല്ലാം കൂടെ കൂടി ഇതാണ് ഞങ്ങളുടെ അപ്പൻ എന്ന് പറഞ്ഞ് ഒരു രൂപം ഉണ്ടാക്കി അതിനെ பிள்ளைகளெல்லாம் கூடி ஒரு உருவத்தை உண்டாக்கி தான் எங்களை தகப்பன் என்று சொல்றது போல വിഗ്രഹാരാധന, விக்கிர ஆராதனையா இருக்கிறது. അത് അപ്പനല്ല, அது தகப்பன் அல்ல, ദൈവമല്ല, அது தெய்வமும் அல்ல. അപ്പനെ മാറ്റിയെടുക്കും, தகப்பனை மாற்றி எடுக்க வேண்டும். ഇത് ഒത്തില്ലെങ്കിൽ വേറൊരു ദൈവത്തെ വണങ്ങും. இது இல்லாவிட்டால் இன்னொரு தெய்வத்தை வணங்குறது. അപ്പനെ മാറ്റിയെടുക്കാനൊക്കെ தகப்பனை மாற்றி எடுக்க முடியுமா? ഞങ്ങളുടെ അപ്പന് വലിയ പഠിപ്പൊന്നുമില്ല, അങ്ങനെ ബുദ്ധിയില്ല, കാശില്ലാത്തവനാക അപ്പനെ ഒന്ന് മാറിയെടുക്കാനൊക്കെ. என் தகப்பனுக்கு படிப்பு புத்தி அறிவு இல்லை, அதனால வேறொரு தகப்பனை மாற்றி எடுக்க முடியுமா? നമ്മുടെ പ്രസിഡന്റ് വരെ ഉണ്ട്, അങ്ങേയറ്റത്തെ മൂഢത്തരമാണ് അവർ കാണിക്കുന്നത്. ഇന്ത്യയുടെ പ്രസിഡന്റ് വരെ, இந்தியாவுடைய பிரசிடென்ட் வரையிலும் ஒரு അപ്പനെ ഉണ്ടാക്കുക, അപ്പനെ മാറ്റിയെടുക്കുക, அப்பனை உண்டாக்குறது அப்பனை மாற்றி எடுக்கிற காரியமா இருக்கிறது. ചിലർ പറയും അങ്ങനൊന്നും ഇല്ലെന്ന് പറയും. சிலர் சொல்றாங்க அப்படி ஒன்றும் இல்லை என்று சொல்றாங்க. പിന്നെ ഒരു കാറ്റത്ത് നിന്നാണോ ജനിച്ചേ? പിന്നെ കാറ്റിൽ നിന്നാ ഉരുവാനത്. ജനിച്ചെങ്കിൽ അതിനൊരു ഉത്ഭവം ഉണ്ടാകണം, ജീവൻ തന്നെ ഒരു ഉത്ഭവം ഉണ്ടാകണം. அப்படியானால் நம்ம அது அப்படி பிறந்திருக்குமானால் அதனுடைய துவக்கம் இருக்க வேண்டும். ദൈവം ഇല്ല എന്ന് പറയാൻ മടിക്കുന്നില്ല, தேவன் இல்லை என்று சொல்ல ஆறும் കൈ കൊണ്ടുണ്ടാക്കിയതിനെ ദൈവം എന്ന് പറയാൻ മടിക്കുന്നില്ല, கை கொண்டு உண்டாக்கினதை தெய்வம் என்று சொல்ல மடிக்காமல் இருக்கிறார்கள். ഒന്നൊത്തില് അതിനെ മാറ്റി വേറെ തെരഞ്ഞെടുക്കാൻ അതിനും മാറുന്നില്ല, இன்னொன்றில் மாற்றி இன்னொன்றில் தெரிஞ்சு மாற்றி எடுக்க அதற்கும் பயப்படாமல் இருக்கிறார்கள். മനുഷ്യൻ ഇത്രയും മൂഢത്തരം കാണിച്ചല്ലോ. இப்படித்தான் முட்டாள்தனமான அனுபவம் மனுஷன் എന്താണ് പറഞ്ഞത്? இயேசு கர்த்தர் என்ன சொன்னார்? നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, உங்களுடைய இருதயம் கலங்கி போகக்கூடாது. എന്തു തന്നെ സംഭവിക്കട്ടെ, என்ன காரியம் சம்பவித்தாலும் ദൈവത്തിൽ വിശ്വസിക്കണം, தேவன் மேல் விசுவாசமா இருக்க வேண்டும், എന്നിലും വിശ്വസിക്കണം, എന്നിലും விசுவாசமா இருக்க வேண்டும். പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങൾ, என் பிதாவின் பவனத்தில் அநேக வாசஸ்தலங்கள் உண்டு, ഞാൻ നിങ്ങൾക്കൊരു സ്ഥലം ഒരുക്കാൻ പോകുന്നു, ஆனால் நான் உங்களுக்காக ஒரு இடத்தை ஆயத்தப்படுத்த போகிறேன். അങ്ങനെ പറഞ്ഞതിന് ശേഷം இப்படி சொன்ன பிறகு കർത്താവ് ക്രൂശീകരിക്കപ്പെട്ടു, ஆண்டவர் கல்வாரியில் நொறுக்கப்பட்டார், മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു, அவர் மரணப்பட்டு அவர் உயிர்த்தெழுந்தார். ദൈവത്തിന്റെ വാർത്തയാണ് താൻ അറിയിച്ചത്, தேவனுடைய வார்த்தையை தான் கர்த்தர் அறிவித்தார். ഈ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ, உயிர்த்தெழுந்த இயேசுவை ദൈവം ഒരു രാജ്യത്തിന് അല്ലെങ്കിൽ വീടിന് അടിസ്ഥാനം ഇട്ടുന്നാണ്, ഒരു രാജ്യത്തിന് അല്ലാതെ വീട്ടിന് ഒരു അടിസ്ഥാനമാക്കി ഇട്ടാർ. അതാണ് നാം വായിക്കുന്ന യെശയ്യാ പ്രവചനം 28:16 വായിക്കുമ്പോൾ, അതാണ് യെശയ്യാവിൻ പുസ്തകം 28:16 വായിക്കുമ്പോൾ വായിച്ചോട്ടെ. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായി ഒരു അടിസ്ഥാനം ഇട്ടിരിക്കുന്നു, വിശ്വസിക്കുന്നവൻ ഓടിപ്പോകയില്ല. ഇത് വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോവുകയില്ല, വിശ്വാസിക്കുന്നവൻ പതറാൻ. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം. ഇതാ ഞാൻ സിയോനിൽ ഒരു അടിസ്ഥാനം ഇട്ടിരിക്കുന്നു, ഇതോ സിയോനിൽ ഒരു മൂലക്കല്ല് வைத்திருக்கிறேன். അത് വിലയേറിയ കല്ലാണ്, അത് പരീക്ഷിക്കപ്പെട്ട് വിലയേറപ്പെട്ട വളരെ പരിശോധന ചെയ്താണ്, അത് അധികമായി പരീക്ഷിക്കപ്പെട്ട് അത് എന്ത് പ്രഷർ വന്നാലും ഉടയാത്ത കല്ലാണ്, എപ്പടിപ്പെട്ട പ്രശ്നം വന്നാലും ഉടൈந்து പോകാത്ത കല്ലായി നിൽക്കുന്ന ഒരു കല്ലിനെ സിയോനിലിട്ടു, ഉറുതിയായി നിൽക്കുന്നതാണ് ഒരു കല്ല് സിയോനിൽ ഇടപ്പെട്ടത്. അത് പ്രവാചകനിൽ കൂടി നേരത്തെ അറിയിച്ചതാണ്, അത് മുൻപാக തീർക്കദർശികളെ അറിയിക്കപ്പെട്ടത്. ഏതാണ് ആ കല്ല്? அது எப்படிப்பட்ட യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പോൾ கர்த்தர் இயேசு கிறிஸ்து உயிர்த்தெழுந்த பிறகு സകലത്തെയും ജയിച്ചവനായി, எல்லாவற்றையும் ஜெயித்தவராய், പിശാചിനെ ജയിച്ചു, பிசாசு ஜெயித்தார், മരണത്തെ ஜெயித்தார், பாவத்தை ஜெயித்தார், സ്വാർത്ഥതയെ ജയിച്ചു, சொந்தத்தை ஜெயித்தார், ജഡത്തെ ജയിച്ചു, മാംസത്തെ ജയിത്താർ, ലോകത്തെ ജയിച്ചു, ഉലകത്തെ ജയിത്താർ. എന്തെല്ലാം മനുഷ്യന് വിരോധമായി പ്രവർത്തിക്കുക അതിനെ എല്ലാം ജയിച്ചു. മനുഷ്യൻ എവളെല്ലാം വിരോധമായി ക്രിയ ചെയ്യാമോ അവളെ എല്ലാം കർത്തർ ജയിത്താർ. അവനിപ്പോ എവിടെ ഇരിക്കുന്നു? താനിപ്പോ അവർ എங்கே இருக்கிறார்? പിതാവിന്റെ വലതുഭാഗത്ത്, പിതാവിൻ വലതു ഭാഗത്തിൽ ഉட்கார்ந்திருக்கிறார். റോമർ 8:34 വാക്യം വായിച്ച്. റോമർ 8:34 ക്രിസ്തുയേശു മരിച്ചവൻ
മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. கர்த்தருக்கு ஸ்தோத்திரம். താൻ പറഞ്ഞിട്ട് പോയി, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീട് ഒരുക്കാനാണ്. அவர் சொல்லிக் கொண்டு போனார், நான் உங்களுக்காக ஒரு வீடை ஆயத்தப்படுத்த போகிறேன். ഇതുവരെയും ഉണ്ടായിരുന്ന ഭവനമല്ല, முன்னால் இருந்தான பவனம் அல்ல, അനേക വാസസ്ഥലങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. அநேக வாசஸ்தலங்கள் உண்டு என்று சொன்னார். അത് ആരുടെ വാസസ്ഥലമാണ്? அது யாருடைய வாசஸ்தலங்கள்? യേശു കർത്താൻ മുൻപുണ്ടായിരുന്ന വിശുദ്ധന്മാരുടെ, இயேசுடைய முன்பிருந்தான பரிசுத்தவான்களுடைய. മനസ്സാക്ഷി പ്രമാണം ഉണ്ടായിരുന്ന കാലത്ത് ഉണ്ടായിരുന്ന ആളുകൾ, மனசாட்சி பிரமாணம் இருந்த காலத்துள்ளாய വീടുകൾ, അന്ന് ഉണ്ടായിരുന്ന നീതിമാന്മാർ, അന്നിരുന്നാണ് നീതിമാൻകൾ, അവർക്കൊരു തനി വാസസ്ഥലം, അവർക്കാக ഒരു തനിപ്പെട്ട വാസസ്ഥലങ്ങൾ. പിന്നെ ന്യായപ്രമാണം എഴുതി കിട്ടിയ ജനങ്ങളുടെ കാലത്തുണ്ടായിരുന്നു, അവർക്ക് വേറൊരു വാസസ്ഥലം. ന്യായപ്രമാണം എഴുതി കൊടുക്കപ്പെട്ട കാലത്തിൽ ജീവിത്താൻ അപ്പടിപ്പെട്ട ജനങ്ങൾക്കുള്ള വാസസ്ഥലം. എന്തുകൊണ്ടാണ് ഇങ്ങനെ വ്യത്യസ്ത വാസസ്ഥലം ഉണ്ടാകാൻ കാരണം? ഏൻ വേറുപെട്ടതാൻ അനുഭവത്തുള്ള വാസസ്ഥലം കാരണം, ഒരു മനുഷ്യനെ നിയന്ത്രിക്കുന്ന ഘടകം എന്ന് പറയുന്നത്, ഒരു മനുഷ്യനെ കൺട്രോൾ ചെയ്യുന്നതാണ് ഒരു അനു എന്ന് சொல்றது. ഒരു ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന ഉരുവാക്കുന്ന ആ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവന് ഫോളോ ചെയ്യുന്ന പ്രമാണം. ஒரு மனுஷனை மறுவப்படுத்துறது, அவனை கண்ட்ரோல் செய்கிறது ஒரு பிரமாணமா இருக்கிறது. അവന് കൊടുക്കുന്ന പ്രമാണം അവൻ പഠിച്ചതാണ് അവന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്. அவன் கொடுக்கிறதான பிரமாணத்தை படிக்கிறதான் அவனுடைய ജീവിതത്തിൽ ക്രിയ ചെയ്യപ്പെടുகிறது. ദൈവത്തിന് സ്തോത്രം. ആണ്ടവര് സ്തോത്രം. അപ്പം പ്രമാണമൊന്നും എഴുതി കിട്ടില്ല, ബൈബിളും ഇല്ല, പ്രമാണവും എഴുതി കിടക്കവില്ല, വേദപുസ്തകവും ഇല്ല. മനസാക്ഷി മനുഷ്യന്റെ ജീവിതത്തിലുണ്ട്. മനസാക്ഷി മനുഷ്യന്റെ ഹൃദയത്തിൽ കാണപ്പെടുന്നത്. തിന്മ ചെയ്യാൻ പോകുമ്പോൾ ഉടനെ മനസാക്ഷി വിലക്കും. ഒരു തീമயான കാര്യം ചെയ്യുമ്പോൾ മനസാക്ഷി അത് തണ്ടിക്കും, അത് തടൈ ചെയ്യും. എന്നാൽ അങ്ങനെ നീതിമാന്മാരായി ജീവിച്ചിട്ടുള്ളവരുണ്ട്. அந்த നാൾക്കളിൽ നീതിമാന്മാരായി ജീവിച്ചവരുണ്ട്. പക്ഷെ അധികം പേർക്ക് അങ്ങനെ ജീവിക്കാൻ കഴിയില്ല. അനേകം പേർക്ക് അപ്പടി ജീവിക്കാൻ முடியவில்லை. ദൈവത്തിന് സ്തോത്രം. കർത്തൃ സ്തോത്രം. അതുകൊണ്ടാണ് ദൈവം പ്രമാണം എഴുതി കൊടുത്തത്. അതാണ് ദേവൻ പ്രമാണത്തെ എഴുതി കൊടുത്താർ. നിങ്ങൾക്കറിയാം, സ്കൂളിൽ പോകാതെ കന്നുകാലി ഒക്കെ വളർത്തി ജീവിക്കുന്ന മക്കളുണ്ട്. എന്നാൽ സ്കൂളിൽ പോകാമ ആടുമാടുകളെ വളർത്തുന്ന മക്കളുണ്ട്. അവരുടെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് അതിനനുസരിച്ചാണ്. അവരുടെ തകുതി അറിവ് അതിന് നിലയിൽ കാണപ്പെടുகிறது. സ്കൂളിൽ പോയി നന്നായി പഠിച്ചവരുണ്ട്, അവരുടെ സ്റ്റാൻഡേർഡ് വേറെ ആയിരിക്കും. സ്കൂളിൽ പോയി പഠിച്ചവരുടെ തകുതി അതിന് നിലയിൽ കാണപ്പെടുகிறது. സ്പെഷ്യൽ ട്രെയിനിങ് കിട്ടിയ ആളുകളുണ്ട്, അവരുടെ ജീവിതം വേറെ ആയിരിക്കും. പ്രത്യേകമായ ട്രെയിനിങ് കിട്ടിയവരുടെ തകുതിയും വേർപെട്ടവരിൽ കാണപ്പെടുന്നത്. ഇങ്ങനെയാണ് സ്വർഗത്തിൽ ചെല്ലുമ്പോഴത്തെ അവസ്ഥ. ഇതുപോലെதான் പരലോകത്തിലും ഇപ്പടിപ്പെട്ട അനുഭവങ്ങൾ കാണപ്പെടുகிறது. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങൾ, എൻ പിതാവിൻ വീട്ടിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയും, ഇല്ലാവിട്ടാൽ ഞാൻ നിങ്ങൾക്ക് ചൊല്ലിയിരിപ്പേൻ. ദൈവത്തിന് സ്തോത്രം. സ്തോത്രം. ഞാൻ നിങ്ങൾക്കൊരു സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഞാൻ ഉங்களுக்காக ഒരിടത്തെ ആയത്തപ്പെടുത്ത പോകുകേൻ. എന്താണ് നമ്മുടെ പ്രത്യേകത? എന്താണ് നമ്മുടെ മേന്മ? എന്ന് നിങ്ങൾ എന്ന് പറയുന്നത് ആരാണ്? നിങ്ങൾ എന്ന് சொல்ல കാരണം யாரே? കർത്താവിനോട് കൊണ്ടായിരുന്ന ശിഷ്യന്മാർ മാത്രമല്ല, കർത്തരോട് കൂടെ ഇരുന്ന ശിഷ്യരെ மட்டுமല്ല, സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവർ, സുവിശേഷത്തിൽ വിശ്വാസം വയ്ക്കുന്നവർ, യേശു കർത്താവിന്റെ രക്തത്താൽ പാപങ്ങൾ കഴുകപ്പെട്ടവർ, യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ പാപങ്ങൾ കഴുകപ്പെട്ടവർ, യേശു കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ചവർ, യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ மீட்பை பெற்றவர்கள், കർത്താവിന്റെ വചനത്താൽ കഴുകലും ശുദ്ധീകരണവും പ്രാപിച്ചവർ, യേശു ക്രിസ്തുവിന്റെ വചനത്താൽ കഴുകലും പരിശുദ്ധപ്പെടുത്തപ്പെട്ടവர்களும், അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കൽ നിങ്ങൾ അറിയുന്നില്ലയോ? അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യത്തെ സ്വന്തരിക്ക മാട്ടണം നീ അറിയുകയില്ലയോ? നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു, ഉങ്ങളിലും ചിലർ ഇപ്പടിപ്പെട്ടവர்களாയിരുந்தீர்கள். ഇപ്പോൾ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിനാലും, ஆனால் இப்போது இயேசு கிறிஸ்துவின் நாமத்தினாலே ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം. ദൈവവചനം കേൾക്കുമ്പോൾ അത് നിങ്ങൾ എടുത്തു കളയാൻ പിശാച് ശ്രമിക്കും. ആരെതിലെ പോട്ടെ, നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക, കർത്താവിന്റെ വചനം കേൾക്കുക. അതിന് ഇത്ര വിലയില്ല. അവിടെ എന്താണ് പറയുന്നത്? നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു, ചിലർ ഇപ്പടിപ്പെട്ടവர்களாയിരുந்தீர்கள். ഇപ്പോഴോ എങ്കിലും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവേ സ്തോത്രം. യാഗങ്ങളെ അർപ്പിച്ചു കഴിഞ്ഞാൽ, ബലികളെ സെലുത്തിനാൽ, ഒരു മൃഗത്തെ യാഗം കഴിച്ചു അതിന് നമ്മുടെ പാവങ്ങളെ നീക്കാൻ കഴിയയില്ല. ഒരു മൃഗത്തെ നാം ബലി സെലുത്തണോ, അവർക്ക് പാപത്തെ കഴുകി ശുദ്ധീകരിക്കാൻ അധികാരം. യേശു കർത്താവിന്റെ രക്തം എന്ന് പറഞ്ഞാൽ, യേശുവിൻ രക്തം എന്ന് சொன்னால் നമ്മുടെ പാവങ്ങൾ മാഞ്ഞു കിട്ടും, നമ്മുടെ പാവങ്ങൾ പോക്കപ്പെടും, നമ്മുടെ സ്വഭാവത്തിന് മാറ്റം വരും, നമ്മുടെ സ്വഭാവത്തിற்கு ഒരു മാറ്റം വരും. ആത്മാവിനാൽ അഭിഷേകം പ്രാപിച്ചു കഴിയുമ്പോൾ, ദേവനാൽ അഭിഷേകം ചെയ്യപ്പെടുമ്പോൾ സ്നേഹം, സന്തോഷം, സമാധാനം,
ദയ, ദീർഘക്ഷമ, പരോപകാരം, ഇങ്ങനെയുള്ള ദൈവികമായ സ്വഭാവമാണ് നമ്മിൽ. அன்பு, சந்தோஷம், நீடிய பொறுமை, இப்படிப்பட்டதான அனுபவங்கள் நம்மில் காணப்படும். അതാണ് നിങ്ങൾക്ക് ഞാനൊരു പ്രത്യേക ഇടം ഉണ്ടാക്കാൻ പോകുന്നത്. நான் உங்களுக்காக ஒரு வீடை உருவாக்க போறேன். കർത്താവ് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ അടുക്കൽ ചെന്നപ്പോൾ ஆண்டவர் இயேசு கிறிஸ்து உயிர் தெழும்பி பிதாவிடத்தில் போகும்போது പിതാവിനോട് പറയാണ്, നീ എന്റെ വലതു ഭാഗത്തിരിക്കാന്ന് പറഞ്ഞ് അവനെ ദൈവസിംഹാസനത്തിൽ ഇരുത്തി. அவரை நீ என் வலது பாகத்தில் இருப்பாய் என்று சொல்லி அந்த ஆண்டவரை வலது பாகத்தில் இருத்தினார். കർത്താവ് രണ്ട് പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ஆண்டவர் இயேசு கிறிஸ்து ரெண்டு கிரியை செய்து கொண்டிருக்கிறார். ഒന്ന്, ജനങ്ങളെ അവങ്കിലേക്ക് ആകർഷിച്ച്, ஒன்று ஜனங்களை அவர் பக்கமாக ஈர்த்துக் கொள்கிறார், അവർക്ക് ജീവൻ കൊടുത്ത്, அவர்களுக்கு ஜீவனை கொடுக்கிறார், അവരെ സഭയോട് ചേർത്ത്, அவளை சபையோடு ஐக்கியப்படுத்தி, അവർക്ക് പരിശുദ്ധാത്മാവിനെ കൊടുത്ത്, அவர்களுக்கு பரிசுத்தாவின் அபிஷேகத்தை கொடுத்து ദൈവത്തിന്റെ വാസസ്ഥലമാക്കി അവരെ தேவனுடைய வாசஸ்தலங்களாக மாற்றுகிறார். ദൈവത്തിന് സ്തോത്രം. ஆண்டவருக்கு ஸ்தோத்திரம். രണ്ടാമത് സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് இரண்டாவது அவர் சிங்காசனத்தில் இருந்து கொண்டு അവൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. அவர் நமக்காக ஜெபம் பண்ணி கொண்டிருக்கிறார். എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? எதற்காக நான் ஜெபிக்கிறார்? നമ്മെ കുറിച്ച് അപവാദം പറയുന്ന ഒരു ദുഷ്ടപിശാചുണ്ട്. நம்மை குறித்து குற்றம் சொல்லதான ஒரு பிசாசு உண்டு. നിങ്ങൾ എന്തെങ്കിലും തിന്മ ചെയ്താൽ, நீங்க ஏதாவது தீமை செய்வீர்களானால் ഉടനെ കേസ് അവിടെ ഫയൽ ചെയ്യും. உடனே அந்த பராதி அங்கே பதிவு செய்யப்படும். ഉടനെ ദൈവസേനയിൽ അത് റിപ്പോർട്ട് ചെയ്യും. அது உடனே தேவ சமூகத்தில் அது பராதி கொடுக்கப்படும். എങ്ങനെയാണ്? ഉടനെ ദൈവത്തെ നിർബന്ധിക്കാൻ ഇവനെ ശിക്ഷിക്കണം. உடனே பிசாசு இவனை இவனை சிக்ஷிக்க வேண்டும் என்று பிசாசு நிர்பந்தப்படுத்தும். യവനും അവളും ഇങ്ങനെയൊക്കെയും പറഞ്ഞു. இவளும் அவனும் இப்படிப்பட்ட காரியங்களை சொல்கிறார்கள். അതുകൊണ്ട് അവനെ ശിക്ഷിക്കണം, അവന്റെ അനുഗ്രഹം തടയണം. ஆனபடினால் அவனுக்கு ஆசீர்வாதம் கொடுக்கக்கூடாது, இவனை தண்டிக்க வேண்டும் என்று சொல்லுவார். മക്കളെ കൊടുക്കരുത്, மக்களை கொடுக்கக்கூடாது, മക്കളെ പിന്നെ സ്കൂളിൽ നല്ല റിസൾട്ട് കൊടുക്കக்கூடாது, மக்களுக்கு நல்ல பள்ளிக்கூடத்தில் நல்ல ரிசல்ட் கிடைக்கக்கூடாது, എല്ലാ നന്മയ്ക്കും തടസ്സം ഉണ്ടാക്കും. எல்லாவித நன்மைக்கும் அவன் தடை செய்கிறான். എന്തുകൊണ്ടാണ് നാം നിലനിൽക്കുന്നത്? எந்த காரணத்தால் நாம் நிலைநிற்கிறோம்? യേശു നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. നമ്മുടെ യേശു നമുക്ക് വേണ്ടി பரிந்து பேசிக் கொண்டிருக்கிறார். യേശുവിനെ അഡ്വക്കേറ്റ് എന്ന് പറയുന്നു. அதனால அவரை ஒரு வக்கீல் என்று சொல்லுகிறோம். എന്റെ കുഞ്ഞുങ്ങളെ, என் பிள்ளைகளே, നിങ്ങൾ ഇനിയും പാപം ചെയ്യരുത്. இனி நீங்கள் பாவம் செய்யக்கூடாது. അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നത്. ஆனபடினால் நான் உங்களுக்கு எழுதுகிறேன். ഒരു വേള ഒരുത്തൻ പാപം ചെയ്താലോ, ஒருவேளை ஒருவன் பாவம் செய்தால், യേശു ക്രിസ്തു എന്ന നീതിമാനായ കാര്യസ്ഥൻ മധ്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. இயேசு கிறிஸ்து என்கிறான் நீதிமானாகிறதான் அந்த வக்கீல் நமக்கு பிதாவிட സന്നിധിയിൽ ഉണ്ട്. പ്രാർത്ഥിക്കാൻ വരുമ്പോ നാം ജപിക്കുന്നതാണ് വേളയിൽ ദൈവം നമ്മുടെ ന്യായാധിപതിയാണ്. കർത്താവ് നമുക്ക് ന്യായാധിപതിയായി നിൽപ്പാർ. പ്രാർത്ഥിക്കാൻ വരുമ്പോ നിങ്ങൾ അടിമേടിച്ചോണ്ട് തിരികെ പോകും. നിങ്ങൾ ജപിക്ക വരുമ്പോൾ അടി വാങ്ങിക്കൊണ്ട് തിരികെ പോവീர்கள். കാര്യം എന്താണ്? ഏതോ പെശമൊക്കെ ഉണ്ടാക്കി. കാരണം എന്നാ ഏതോ ഒരു തപ്പ് ചെയ്തീர்கள். പറയരുതാത്ത പറഞ്ഞു, சொல்ல அருதாத சொன்னீர்கள், ചെയ്യാൻ പാടില്ലാത്ത ചെയ്തു, செய்யக்கூடாது செய்தீர்கள், ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്, தேவனுக்கு இஷ்டமில்லாத காரியங்களெல்லாம் செய்துவிட்டு പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ஜபிக்க வரதான வேளையில் അനുഗ്രഹത്തിന് പകരം തല്ലി മേടിച്ചോണ്ട് പോകും. ஆசீர்வாதத்துக்கு பகரம் நீங்கள் அடி வாங்கி கொண்டு போவீர்கள். ദൈവം ആരാണ്? தேவன் யார்? നമ്മുടെ പിതാവാണ്. தேவன் നമ്മുടെ പിതാവായിരിக்கிறார். ന്യായം വിധിക്കുന്ന ദൈവമാണ്. நியாயம் தீர்க்கிற தேவனாக இருக்கிறார். പ്രവൃത്തിക്ക് ഏറ്റ പ്രകാരം പ്രതിഫലം തരുന്ന ദൈവം. നമ്മുടെ ക്രിയയ്ക്ക് തക്കതാന വിധത്തിൽ பலன் தருகிறார். അവന് മുഖപക്ഷമില്ല. അവരുടെ മുഖപക്ഷം ഇല്ല. മുഖപക്ഷം കൂടാതെ അവർ പക്ഷപാതം ഇല്ലാமல் ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് ഏറ്റവണ്ണം ஒவ்வொருவருக்கும் அவனுடைய கிரியைகளுக்கு தக்கதாக പ്രതിഫലം കൊടുക്കുന്ന പ്രതിഫലം കൊടുக்கிறார். നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നെങ്കിൽ, நீங்கள் പിതാവെന്ന് கூப்பிடுவீர்களானால் നിങ്ങളുടെ പ്രവാസകാലം, உங்களுடைய எதிர்காலம், ഭൂമിയിലുള്ള ജീവിതകാലം, உங்களுடைய பூமியிலுள்ள வாழ்க்கையானது ഭയത്തോടുകൂടെ കഴിക്കണം. ഭയത്തോട് നാം ജീവിക്ക வேண்டும். കർത്തൃ സ്തോത്രം. ദൈവഭയമുള്ളവരായിരിക്കണം. നാം ദൈവഭയമുള്ളവരായി കാണപ്പെട வேண்டும். ദൈവമക്കൾ ഏത് നിലയിലുള്ളവരായിരുന്നാലും, ദേവജനങ്ങൾ എപ്പിടിപ്പെട്ട അനുഭവത്തിൽ ഇരുന്നാലും കർത്താവിനെ കാണുന്നു കേൾക്കുന്നു എന്ന ഒരു ബോധം നിങ്ങൾക്കുണ്ടായിരിക്കും. ദേവൻ കാണുகிறார் കേൾக்கிறார் എன்கிறதான ഒരു അറിവ് നമുക്ക് കാണപ്പെട வேண்டும். ദൈവം അനുവദിക്കുന്ന കാര്യങ്ങളെല്ലാം മാത്രം എനിക്ക് മതിയെന്ന് വയ്ക്കാം. ദേവൻ അനുവദിക്കുന്നதான കാര്യങ്ങൾ மட்டும் எனக்கு போதும் என்று வைக்க வேண்டும். ദൈവാത്മാവ് ഇടപെടാതെ നമ്മോട് സംസാരിക്കുകയാണ്. ദേവാവിயான നമ്മോട് ഇടപെട്ട് பேசுகிறார். നിങ്ങളുടെ നടപ്പത്തിൽ വ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ. നമ്മുടെ നടപ്പ് ദിവ്യാഗ്രഹമല്ലാതെ இருக்க வேண்டும். പൊരുളാശയില്ലാത്തതായിരിക്കട്ടെ. നമ്മുടെ നടപ്പ് பொருளாசை இல்லாத இருக்க வேண்டும். ദൈവം തരുന്ന മതി എന്ന് വയ്ക്കണം. தேவன் தருகிறது நமக்கு போதும் என்று வைக்க வேண்டும். അവൻ എന്താ പറഞ്ഞിട്ടുള്ളത്? அவர் என்ன சொல்லியிருக்கிறார்? ഞാൻ നിന്നെ ഒരു നാളും കൈവിടില്ല ഉപേക്ഷിക്കില്ല അവൻ തന്നെ അരുളിച്ചെയ്തു. நான் உன்னை ஒரு நாளும் கைவிட மாட்டேன் மறக்க மாட்டேன் சொல்லுகிறார். കൈക്കൂലി വാങ്ങാനായിട്ട് നിനക്ക് പ്രേരണ ഉണ്ടാകുമ്പോൾ, கைக்கூலி வாங்கும்படியாக உனக்கு ஒரு பிரேரணை இருக்கும்போது, ദൈവം എനിക്ക് തന്നത് മതി, தேவனுக்கு தருகிறது போதும், ദൈവം എനിക്ക് തന്നത് മതി, கர்த்தருக்கு தருகிறது போதும், അവൻ അഭിവൃദ്ധിപ്പെടുന്ന
മഹിമപ്പെടുന്നു, നീ ദരിദ്രനായിരിക്കും എന്ന് പറയുമ്പോൾ, மற்றும் பெருமை விருத்தி அடையும் போது நீ தரித்திரனா இருக்கும் போது എന്ന് പറയുമ്പോൾ, அப்படி சொல்லும் போது കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കില്ല. கர்த்தர் எனக்கு துணை, நான் பயப்பட மாட்டேன். മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുമെന്ന് ധൈര്യമായി പറയണം. மனுஷன் எனக்கு என்ன செய்வான் என்று நீ தைரியமாக சொல்ல வேண்டும். അങ്ങനെ പറഞ്ഞുകൊണ്ട് വേണം ജീവിക്കാൻ. அப்படி சொல்லிக்கொண்டு நான் ஜீவிக்க வேண்டும். ദൈവത്തിന് സ്തോത്രം. கர்த்தருக்கு ஸ்தோத்திரம். കർത്താവ് ഉപമ പറഞ്ഞപ്പോൾ, கர்த்தர் ஒரு உண்மையை சொல்லும் போது, നിങ്ങൾ ന്യായാധിപന്റെ അടുക്കലേക്ക് പോകുമ്പോൾ, நீங்கள் நியாயாதிபதியிடத்தில் போகும்போது വഴിയിൽ വെച്ച് പ്രതിയോഗിയോട് നിരന്നുകൊള്ളണം. நீங்கள் வழியில் வச்சு எதிராளியை நீங்கள் ஐக்கியப்பட்டுக் கொள்ள வேண்டும். എതിരാളിയോട് നിരക്കണമെങ്കിൽ எதிராளியோடு நீங்கள் ஐக்கியப்பட வேண்டுமானால் നിങ്ങൾക്ക് ഒരു അഡ്വക്കേറ്റും കൂടെ വേണം. உங்களுக்கு ஒரு வக்கீல் தேவையா இருக்கிறது. ആരാണ് നമ്മുടെ വക്കീല്? யார் നമ്മുടെ വക്കീൽ? യേശു കർത്താവ് നമ്മുടെ വക്കീല്. യേശു നമ്മുടെ വക്കീലാ இருக்கிறார். അബദ്ധത്തിൽ എന്തെങ്കിലും ഒരു കുഴപ്പം വന്നാൽ, அபத்தவசால் ஏதாவது தப்பு வந்தால், കർത്താവേ ഐ ആം സോറി എന്ന് പറയണം. ஆண்டவரே மன்னிக்க வேண்டும் சொல்ல வேண்டும். മാനസാന്തരപ്പെടണം. மனம் திரும்ப வேண்டும். അഡ്വക്കേറ്റിനോട് കാര്യങ്ങൾ പറയണം. அந்த வக்கீலிடத்தில் நாம் காரியங்களை சொல்ல வேண்டும். എന്നിട്ട് പിശാച് കൊണ്ടിരുന്ന കാര്യത്തെ, ஆனாலும் அதற்கு மேலே பிசாசு கொண்ட காரியத்தை, അങ്ങനെ അഡ്വക്കേറ്റിന്റെ കൂടെ വേണം നമ്മൾ അതിനെ നേരിടാനായിട്ട്. அந்த வக்கீலோடு கூட சேர்ந்து நாம் அதை மேற்கொள்ள வேண்டும். വഴിയിൽ வைத்து പ്രതിയോഗിയോട് നിരന്നുകൊള്ളണം. எதிராளியோடு நாம் ஐக்கியப்பட வேண்டும். അതാണ് എതിരാളി. നമ്മുടെ എതിരാളി யாரு? പിശാച്. അഡ്വക്കേറ്റ് ആരാണ്? നമ്മുടെ വക്കീൽ யாரு? യേശു ക്രിസ്തു. യേശുവിനോടുകൂടെ ചേർന്ന്, യേശുവോട് ചേർന്ന് പിശാച് കൊണ്ടിരുന്ന ആ എതിർപ്പുകളെ നാം കഴുകിക്കളയണം. പിശാച് കൊണ്ടിരുന്ന എതിർപ്പുകളെ നാം കഴുകിവിട வேண்டும். അങ്ങനെ ദൈവസന്നിധി വരുമ്പോൾ, அப்படி தேவசமூகத்தில் நாம் வரும்போது നമ്മുടെ കേസ് അവിടെ സെറ്റിൽ ആകുക. നമ്മുടെ കേസുകൾ അങ്ങ് പരിഹരിക്കപ്പെടുகிறது. ഇല്ല, അങ്ങനെ ചെയ്തില്ലെങ്കിൽ, அப்படி நாம் செய்யாவிட்டால், പ്രതിയോഗി നിന്നെ ന്യായാധിപനെ ഏൽപ്പിക്കും. എതിരാളി നമ്മെ ന്യായാധിപതിയിൽ ഒപ്പുവെപ്പാർ. ന്യായാധിപൻ ശിക്ഷിക്കുന്നവന്റെ കയ്യിലാക്കും. ന്യായാധിപതി നമ്മെ തണ്ടിക്കുന്നിടത്തിൽ ഒപ്പുവെപ്പാർ. നിന്നെ പിടിച്ച് ജയിലിലാക്കും. ഉന്നെ ജയിലിലാക്കുമ്പോൾ അവസാനത്തെ പൈസ പോലും കൊടുക്കുന്നവരെയും പുറത്തു വരത്തില്ല. കടേശി കാശ് കൊടുത്ത് തീർക്കുന്നത് വരെയും ഇങ്ങനെ പോക മുടിയാതെ. ദൈവത്തിന് സ്തോത്രം. യേശു കർത്താവ് നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്നു. കർത്താവ് യേശു ക്രിസ്തു നമുക്കാக മധ്യസ്ഥ ചെയ്തു കൊണ്ടിരിக்கிறார். രണ്ടാമതായി അവൻ നമുക്ക് വേണ്ടി ഭവനം പണിയുന്നു. രണ്ടാമதாக தேவன் நமக்காக ஒரு வீடை கட்டுகிறார். ദൈവത്തിന് സ്തോത്രം. രണ്ട് സ്ഥലത്ത് ആ ഭവനത്തിന്റെ പണി നടക്കുകയാണ്. രണ്ടിടത്തിലും அந்த பவனத்தின் பணிகள் நடைபெற்று നമുക്ക് വേണ്ടി പണിയുന്ന ഭവനം എവിടെയാണ്? ஒன்று நமக்காக கட்டுறான அந்த வீடு எங்கே? സ്വർഗീയ പിതാവിന്റെ സന്നിധാനത്തിൽ, പരലോക പിതാവിന്റെ സന്നിധി. ആ സ്ഥലത്തിന്റെ പേരാണ്, அந்த സ്ഥലത്തിന്റെ പേര് സ്വർഗീയ യെരൂശലേം, പരലോക യെരൂശലേം. നാം മാനസാന്തരപ്പെട്ടു, നാം മനം തിരുമ്പി സ്നാനമെടുത്തു, ജ്ഞാനസ്നാനമെടുത്ത് അഭിഷേകം പ്രാപിച്ചു വന്നപ്പോൾ, അഭിഷേകം പെറ്റു വന്നപ്പോൾ അവിടെ ജനിച്ചു എന്നാണ് പറയുന്നത്. அந்த இடத்தில் பிறந்தோம் என்று சொல்லப்படுகிறது. എബ്രായർ 12:22 വാക്യം വായിക്കുമ്പോൾ, എബ്രായർ 12:22 വാസിക്കുമ്പോൾ, നിങ്ങൾ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. ഈ അഭിഷേകം പ്രാപിച്ച സമൂഹം എവിടെ വന്നു? இந்த அபிஷேகம் பெற்றதான சமூகம் எந்த இடத்துல வந்து? ശരീരപ്രകാരം ചാണിയിലെ ഹോളിൽ ഇരുന്നാലും, ശരീരപ്രകാരമായി இந்த ചാണിയുടെ ആരാധന ഹോളിൽ இருந்தாலும், ആത്മാവിൽ നാം എവിടെ വന്നിരിക്കുന്നു? ആവിയിൽ നാം എங்கே വന്നിരിக்கிறோം? പിതാവിന്റെ വലതു ഭാഗത്ത്. പിതാവിന്റെ വലതു ഭാഗത്ത് വന്നിരിக்கிறோം. പിതാവിന്റെ വലതു ഭാഗത്ത് നിന്നാണ് அந்த പിതാവിന്റെ വലതു ഭാഗത്തിൽ നിന്ന് യേശുവും പരിശുദ്ധാത്മാവിനെ വാങ്ങി നമുക്ക് പകർന്നു. യേശു പരിശുദ്ധാവിയെ വാങ്ങി നമുക്ക് അനുപ്പിനാർ. ഒരവസ്ഥയിൽ ആ പിതാവിന്റെ വലതു ഭാഗത്തെ അനുഭവം താഴേക്ക് നമുക്ക് ഇറക്കിക്കൊണ്ടുവരികയാണ്. ഒരു വിധത്തിൽ அந்த പിതാവിന്റെ വലതു ഭാഗത്തിലെ അനുഭവം താഴെ നാം അനുഭവിച്ചു കൊണ്ടിരിக்கிறோம். ആത്മാവിൽ നമ്മെ ഉയർത്തി, ആത്മാവിൽ നമ്മെ അവനോടുകൂടെ ഉയർത്തിരുന്നതിന് സ്വർഗത്തിലിരുത്തി, അവരോട് എളുപ്പി നമ്മെ പരലോകത്തിൽ ഇരുത്തിയിരിக்கிறார். പിതാവിന്റെ വലതു ഭാഗത്തേക്കാണ് നമ്മെ കൊണ്ടുവരുന്നത്. அந்த പിതാവിന്റെ വലതു ഭാഗത്തിൽ നമ്മെ കൊണ്ടുവന്നിരിக்கிறார். അവിടെയാണ് നമ്മുടെ വീട്. അங்கதான் നമ്മുടെ വീടാ இருக்கிறது. യേശു ആ വീട് പണിതുകൊണ്ടേയിരിക്കുകയാണ്. യേശു നമുക്കാக அந்த വീട് ആയത്തപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. താൻ ആ വീടിന്റെ മൂലക്കല്ലായി. முதலாவதாக அந்த வீட்டுக்கு மூலக்கல் கர்த்தர் இயேசு கிறிஸ்து ஆகிவிட்டார். മൂലക്കൽ ഇടുന്നത് വരെ ആ വീടിന്റെ പണി തുടങ്ങിയിട്ടില്ല. அந்த மூலக்கல் இடுறது வரையில் அந்த வீட்டின் பணி ആരംഭമാകவில்லை. ആദ്യം മൂലക്കല്ലിട്ടു, முதலாவது மூலக்கல் இடப்பட்டது, അടുത്തായി അടിസ്ഥാനം ഇട്ടു, இரண்டாவது அடிസ്ഥാன கற்கள் இடப்பட்டது. கர்த்தருக்கு ஸ்தோத்திரம். എപ്പോഴാണ് അടിസ്ഥാനം ഇട്ടത്? எப்போது அடிസ്ഥാനം இடப்பட்டது? വലതു ഭാഗത്തു നിന്നും പരിശുദ്ധാത്മാവിനെ വാങ്ങി, இந்த വലതു ഭാഗത്തു നിന്ന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ വാങ്ങി. അപ്പോസ്തലപ്രവൃത്തി 2:32 വാക്യം വായിക്കുമ്പോൾ, അപ്പോസ്തല നടപടികൾ 2:38 വാസിക്കുമ്പോൾ, പിതാവിന്റെ വലതു ഭാഗത്തേക്ക് പോയി, അവർ പിതാവിന്റെ വലതു ഭാഗത്തിൽ പോയി നമുക്ക് പരിശുദ്ധാത്മാവിന് വാങ്ങി പകർന്നു തന്നു. നമുക്ക് പരിശുദ്ധാവി വാങ്ങി നമുക്ക് പകർന്നു തന്നാർ. ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് നമുക്ക് പകർന്നു തന്നു. കാണുന്നതും കേൾക്കുന്നതുമാണ് ഇവയെ നമുക്ക് പൊഴിന്തരുളിനാർ. 32 വാക്യം. ഈ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു
അതിന് ഞങ്ങൾ എല്ലാവരും സാക്ഷികളാകുന്നു. അവൻ ദൈവത്തിന്റെ വലഭാഗത്തേക്ക് ആരോപണം ചെയ്ത് പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു തന്നു. ദൈവത്തിന്റെ സ്തോത്രം. കർത്തൃ സ്തോത്രം. ഇവിടെ 1.5 മണിക്കൂർ നേരം കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. 1.5 മണിക്കൂർ വരെയിൽ നാം കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. എന്തോ എല്ലാവരും ആത്മാവിൽ നിറഞ്ഞ് സന്തോഷിച്ചുകൊണ്ടേയിരുന്നു. അതിനാൽ എല്ലാവരും ആവിൽ നിറമ്പി സന്തോഷപ്പെട്ടുകൊണ്ടിരുന്നു. പിതാവിന്റെ വലതു ഭാഗത്തേക്ക് പോയി, പിതാവിന്റെ വലതു ഭാഗത്തിൽ പോയി പിതാവിനോട് പരിശുദ്ധാത്മാവിനെ വാങ്ങി, പിതാവോട് പരിശുദ്ധായി നമുക്ക് വാങ്ങി നമ്മുടെ മേൽ പകർന്നു വന്നപ്പോൾ നമ്മേൽ പകർന്നു വന്നപ്പോൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുള്ള അനുഭവമായി, കാണുന്നതും കേൾക്കുന്നതുമാണ് അനുഭവമായി വിട്ടത്. ദൈവത്തിന് സ്തോത്രം. ആണ്ടൊരു സ്തോത്രം. അപ്പൊ ആദ്യം ആത്മാവിനെ പകർന്നു കഴിഞ്ഞപ്പോൾ മുതലാവത് ആവിയെ പെറ്റപ്പോൾ ശിഷ്യന്മാരെ അപ്പോസ്തലന്മാരെ അതിന്റെ അടിസ്ഥാനമായിട്ട് ഇട്ടു. ശിഷ്യന്മാരെ അപ്പോസ്തലരെ അതற்கு അടിസ്ഥാനമായി ഇട്ടാർ. ദൈവത്തിന് സ്തോത്രം. ആണ്ടൊരു സ്തോത്രം. അപ്പൊ യേശു മൂലക്കല്ല്, യേശു മൂലക്കൽ, അവനാണ് എല്ലാവരുടെയും ഭാരം ചുമക്കുന്നത്. അവർதான் എല്ലാവരുടെ ഭാരങ്ങളെ ചുമക്കുന്നവരായിരിക്കും. തൊട്ടുമീതെ വലിയ കല്ലുകൾ, അതാണ് അപ്പോസ്തലന്മാർ. അതற்கு മേലെ ചില കല്ലുകൾ, അതാണ് അപ്പോസ്തലകൾ. ദൈവത്തിന് സ്തോത്രം. ആണ്ടൊരു സ്തോത്രം. 12 കല്ലുകളുള്ള അടിസ്ഥാന കല്ലുകളെ ഇട്ടു. 12 കല്ലുള്ള അടിസ്ഥാന കല്ലുകൾ. വേറൊരു അടിസ്ഥാനം ഇടാൻ ആർക്കും കഴിയില്ല. இதற்கு மேல வேற அடிസ്ഥാനം ഇട വേറെ யாராலும் முடியாது. ദൈവത്തിന് സ്തോത്രം. ആണ്ടൊരു സ്തോത്രം. അപ്പൊ നമ്മളെയും കൂടെ അതിന്റെ അടുക്ക കൊണ്ടുവരികയാണ്. നമ്മയും അതിന് അരികിൽ കൊണ്ടുവരുகிறார். മനുഷ്യർ തള്ളിയതെങ്കിലും മനുഷ്യനാൽ തള്ളപ്പെട്ടാലും ദൈവം അവനെ ജീവനുള്ള കല്ലാക്കി മാറ്റി. ദേവൻ അവനെ ജീവനുള്ള കല്ലുകളായി മാറ്റിനാർ. 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ 1 പത്രോസ് 2-ാം അധ്യായം 2-ാം വചനത്തിൽ മനുഷ്യർ തള്ളിയതെങ്കിലും മനുഷ്യനാൽ തള്ളപ്പെട്ടാലും മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായി അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്നപോലെ ആത്മീയ ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. യേശുവിനെ മനുഷ്യർ തള്ളിക്കളഞ്ഞു. அந்த இயேசுவை மனிதர் தள்ளினார்கள். ഇസ്രായേൽ ഗ്രഹമാണ് ദൈവത്തിന് വീട് പണിഞ്ഞവർ. ഇസ്രായേൽ വീട്ടാര് ദേവനുക്ക് വീട് കട്ടിനാർ. അതുകൊണ്ടാണ് വീട് പണിയുന്നവരുടെ അടുക്കൽ അവനെ അയച്ചു. അതാണ് വീട് കട്ടുള്ളയിടത്തിൽ അവരെ അനുപ്പിനാർ. അവരവനെ തള്ളിക്കളഞ്ഞു. അവരെ തള്ളിവിട്ടാர்கள். സ്വന്തമായവർ അവനെ ഉപേക്ഷിച്ചു കളഞ്ഞു. സ്വന്തമാനവർ അവരെ തള്ളിവിട്ടാர்கள். മനുഷ്യർ തള്ളിയതെങ്കിലും മനുഷ്യർ തള്ളപ്പെട്ടാലും ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ദേവൻ അവരെ ഉയർപ്പിത്താർ. അവന് തേജസ് കൊടുത്തു. അവർക്ക് മഹിമയെ കൊടുത്താർ. അവൻ മൂലക്കല്ലായിരിക്കുന്നു. അവർ മൂലക്കല്ലായിരിக்கிறார். അവനാണ് നമ്മുടെ അടിസ്ഥാനം. അതാണ് നമ്മുടെ അടിസ്ഥാനം. അത് സ്വർഗത്തിലിട്ടിരിക്കുന്നു. അത് പരലോകത്തിൽ ഇടപ്പെട്ടിരിക്കുന്നത്. അഭിഷേകം പ്രാപിക്കുമ്പോൾ നാം അഭിഷേകം പെറ്റുകൊള്ളുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ യേശു മൂലക്കല്ലായിരിക്കും. നാം അഭിഷേകം പെറ്റുകൊള്ളുമ്പോൾ നമ്മുടെ യേശു നമ്മുടെ ഹൃദയത്തിൽ മൂലക്കല്ലായിരിக்கிறார். പ്രവാചകന്മാരുടെ കൂട്ടായ്മയിൽ നമ്മെ കൊണ്ടുവരുമ്പോൾ അപ്പോസ്തല തീർക്കദർശികളുടെ ഐക്യത്തിൽ നമ്മെ കൊണ്ടുവന്ന് അഭിഷേകത്തിനാൽ നാം ആ അടിസ്ഥാനത്തിനോട് ചേരുകയാണ്. അഭിഷേകത്തിനാൽ அந்த மூலக்கல்லோடு நாம் சேர்க்கப்படுகிறோம். മൂലക്കല്ലും അടിസ്ഥാന കല്ലുമായി இந்த மூலக்கல்லும் அடிസ്ഥാന കല്ലുമായി കെട്ടിടം പണിയണമെങ്കിൽ ഇനിയും കല്ലുകൾ വേണം. இந்த கட்டடம் பணிய வேண்டும், இனியும் கற்கள் தேவையா இருக்கிறது. നാം അവന്റെ അടുക്കൽ വരുമ്പോൾ നാം അവരുടെ അരികിൽ വരുമ്പോൾ ജീവനുള്ള കല്ലുകളാക്കി, ജീവനുള്ള കല്ലുകളായി മാറ്റിനാർ. ഇരിക്കുന്നവരെല്ലാം ജീവനുള്ള കല്ലുകളാണ്, ജീവനുള്ള കற்களாയി இருக்கிறோம். ദൈവത്തെങ്കിലും ജീവൻ പ്രാപിച്ചവരാണ്, ദേവനിടത്തിൽ ജീവനെ പെற்றവളായിരിക്കും, ദൈവത്തിൽ ജനിച്ചവരാണ്, ദേവനിടത്തിൽ പിറന്നവളായിരിക്കും. ദൈവത്തിൽ ജനിച്ച ജീവനുള്ള കല്ലുകൾ എല്ലാവരും ഹല്ലേലൂയ പറഞ്ഞേ. ജീവനുള്ള കല്ലുകൾ എന്ന പോലെ കല്ലുകളല്ല, കല്ലുകളെക്കാളും വിലയേറിയതായ ജീവനുള്ള കല്ലുകൾ, കല്ലുകളെ കാട്ടിലും വിലയേറപ്പെട്ടതാണ് ജീവനുള്ള കற்களாയി മാറ്റിനാർ. ഇത് പണിയുന്ന ആരാണ്? ഇதை കട്ടുകൾ യാര്? 2 കൂട്ടരാണ് അതിന് പണിയുന്നത്. 2 കൂട്ടർ കട്ടുகிறார்கள். പരിശുദ്ധാത്മാവ് അതിനെ ഒന്നിച്ചു നിർത്തുകയാണ്. പരിശുദ്ധാവി அதை ഒന്നാக சேர்க்கிறது. ഞങ്ങൾ കർത്താവിന്റെ കൂട്ടുവേലക്കാർ, നാങ്കൾ അവിടെ കൂട്ടുവേലക്കാരായിരിക്കും. നിങ്ങൾ കർത്താവിന്റെ ഗൃഹനിർമ്മാണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. നാം അവിടെ പണ്ണയായിരിക്കും, അവിടെ നിങ്ങൾ പണിയുന്ന വീടായിരിക്കുന്നു, നാം കട്ടുகிறதான ഒരു വീടായിരിക്കും. 1 കൊരിന്ത്യർ 3:9 വാക്യമായിരുന്നു. ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ, നിങ്ങൾ ദൈവത്തിന്റെ കൃഷി, ദൈവത്തിന്റെ ഗൃഹനിർമ്മാണം. ദൈവത്തിന്റെ ഗൃഹനിർമ്മാണമായിരിക്കുന്നു. നാം കർത്തരുடைய പണ്ണയായിരിക്കും. ഒന്ന് പരിശുദ്ധാത്മാവാണ് ഇതിനെല്ലാം ഒന്നിച്ചു നിർത്തുന്നത്. നാം പരിശുദ്ധാവിதான் ഇதை മനസ്സിലാകുന്നില്ലേ? നിങ്ങൾ കട്ട വെച്ച് കെട്ടുന്ന സമയത്ത്, നാം കട്ട വെച്ച് കട്ടുമ്പോൾ വെറും കട്ട മാത്രം അടുക്കിയാൽ, വെറും കട്ടയെ മട്ടും അടുക്കിനാൽ, കട്ട അടുക്കിയെന്നാണ് പറയുന്നത്, കട്ട അടുക്കപ്പെട്ടത് എന്ന് ചൊല്ലും, പണിയെന്ന് പറയുകയില്ല. അത് കട്ടിനോ എന്ന് ചൊല്ല മുടിயாது. സിമെന്റ് വയ്ക്കണം, കല്ലാണ് സിമെന്റ് വയ്ക്ക വേണ്ട. സിമെന്റാണ് ഇതിനെ പിടിച്ചു നിർത്തുന്നത്. സിമെന്റ് தான் இதை ஒன்றாக்குறது. പരിശുദ്ധാത്മാവാണ് നമ്മെ ഒന്നിച്ചു നിർത്തുന്നത്. പരിശുദ്ധാവിയാണ് നമ്മെ ഒന്നാക്കുന്നത്, ഒരേ ശരീരമാക്കി മാറ്റുന്നത്, ഒരേ ശരീരமாக നമ്മെ മാറ്റുகிறது. കർത്താവ് അവിടുന്ന് ഈ കൃപയാനുഗ്രഹങ്ങളും പകർന്നു തരുന്നു. ദേവൻ അങ്ങിരുന്ന് പരലോകത്തിൽ നിന്ന് കൃപയും ആശീർവാദവും പകർന്നു തരുகிறார். പ്രധാന ശില്പിയായിരിക്കുന്നു, നാം പ്രധാന
சிற்பியாய் மாற்றப்படுகிறோம். പരിശുദ്ധാത്മാവുമായി കൂട്ടിച്ചേർന്ന് നിർത്തുന്നു. பரிசுத்த ஆவியினால் நாம் ஒன்றாக சேர்க்கப்படுகிறோம். ആത്മാവിനാൽ ഒരുമിച്ച് ചേർന്ന് പണിയുന്നു. நாம் அவரோடு சேர்ந்து ஒரு ஆலயமாய் கட்டப்படுகிறோம். ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ. நாங்கள் அவருடைய கூட்டுவேலைக்காரர் இருக்கிறோம். മഹത്വം ഉണ്ടാകട്ടെ. தேவனுக்கு ஸ்தோத்திரம். അപ്പൊ ഈ ജീവനുള്ള കല്ലുകളെ ചേർത്ത് இந்த ஜீவனுள்ள கல்லுகளை சேர்த்து പരിശുദ്ധാത്മാവുന്ന സിമന്റും ചേർത്ത് பரிசுத்த ஆவியாகின அந்த சிமெண்டும் சேர்த்து കർത്താവിൽ വിശുദ്ധ മന്ദിരമായി പണിയുക. தேவனுடைய ஜீவனுடைய ஆலயமாய் கட்டப்படுகிறோம். ദൈവത്തിന് സ്തോത്രം. கர்த்தருக்கு ஸ்தோத்திரம். നമ്മെ കർത്താവിന്റെ ആലയമാക്കി തീർത്തു. தேவன் நம்மை அவருடைய ஆலயமாய் மாற்றினார். ഹല്ലേലൂയ. ஹல்லேலூயா. കർത്താവിന് വസിക്കാനുള്ള മന്ദിരമാക്കി നമ്മെ മാറ്റി. கர்த்தர் வாசம் செய்யும்படியான ஒரு ஆலயமாய் மாற்றினார். ദൈവത്തിന് സ്തോത്രം. கர்த்தருக்கு ஸ்தோத்திரம். ആത്മാവിനാൽ നമ്മെ കർത്താവിന്റെ വലതുഭാഗത്തേക്ക് കൊണ്ടുവന്നു. ஆவியினாலே நம்மை அவருடைய வலது பாகத்தில் கொண்டு வந்திருக்கிறார். നിങ്ങൾ സിയോൻ പർവ്വതത്തിലും நீங்கள் சீயோன் பர்வதத்திலும் അതാണ് നമ്മുടെ അടിസ്ഥാനം. அது அங்கேதான் நம்முடைய அடிஸ்தானமா இருக்கிறது. ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിന് ஜீவனுள்ள நகரமாகிற பரலோக எருசலேம் இடத்தில் അനേകായിരം ദൂതന്മാരുടെ സംഘത്തിന് அநேக ஆயிரம் தூதன்மாருடைய சங்கத்தில் സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്ക് பரலோகத்தில் பேரெழுதப்பட்டதான முதற்பேனார்களின் சங்கத்தில் ശുദ്ധീകരിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ ആത്മാക്കളുടെ അടുക്കലേക്ക് சுத்திகரிக்கப்பட்டதான அப்படிப்பட்டதான ஆத்துமாக்களிடையில் ദൈവത്തിന് സ്തോത്രം. கர்த்தருக்கு ஸ்தோத்திரம். പുതിയ നിയമത്തിന് മധ്യസ്ഥനായ യേശുവിന്റെ അടുക്കലേക്ക് புதிய நிமித்தின் மத்தியஸ்தனாக இயேசுவின் அருகில் ഹാവേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിന് காலேபின் ரத்தத்தைக்காள் குணகரமாய் பேசுகிறான் இயேசு கிறிஸ்துவின் ரத்தத்தில் ഇതിന്റെ അടുക്കലേക്കാണ് നമ്മെ കൊണ്ടുപോകുന്നത്. அப்படிப்பட்டதான ரத்தத்தில் அருகில் நாம் வந்திருக்கிறோம். ദൈവത്തിന് സ്തോത്രം. கர்த்தருக்கு ஸ்தோத்திரம். അവർ ഞാൻ പിതാവിന്റെ അടുക്കൽ പോയി நான் பிதாவினுடைய അടുക്കൽ போய் നിങ്ങൾക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കാൻ പോകുന്നു. நான் உங்களுக்காக ஒரு வீடை ஆயத்தப்படுத்த போகிறேன். ആ ഭവനത്തിൽ നമ്മയും കൂടെ ചേർത്തിരിക്കുന്നു. அந்த பவனத்தில் நம்மையும் கூட சேர்த்திருக்கிறார். ഒരു കാലത്ത് സണ്ടയിട്ട് തല്ലിപ്പിരിഞ്ഞ് സമാധാനമില്ലാതെ ജീവിച്ചവരായിരുന്നു. ஒரு காலத்தில் சண்டையிட்டு நாம் பிரிந்து சமாதானம் இல்லாதவர்களாய் காணப்பட்டோம். എഫേസ്യർ 2:14 വാക്യം വായിക്കുമ്പോൾ எபேசு 2:14 வாசிக்கும் போது അവൻ നമ്മുടെ സമാധാനം, அவர் நம்முடைய சமாதானமாய் காணப்படுகிறார். അവൻ എല്ലാ പക്ഷപാതങ്ങളും മാറ്റി அவர் எல்லா வேறுபாடுகளையும் மாற்றி സമാധാനം പ്രസംഗിച്ചു. அவர் சமாதானத்தை பிரசங்கித்தார். ഇരുപക്ഷത്തെ ഒരേ പക്ഷമാക്കി മാറ്റി, இருதரத்தாரை ஒன்றாக மாற்றி ഒരേ പുതിയ മനുഷ്യനാക്കി ஒரே புதிய மனிதனாக மாற்றி പിതാവിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. பிதாவுடைய அருகில் கொண்டு வந்தார். ஆகையால் ഇനി നിങ്ങൾ അന്യരും പരദേശികളുമല്ല, நீங்கள் அந்நியரும் பரதேசிகளுமாக அல்ல, ദൈവത്തിന്റെ ഭവനക്കാരും தேவனுடைய ஆலயமாகவும் വിശുദ്ധന്മാരുടെ സഹോദരന്മാരും பரிசுத்தவான்களுடைய ஐக்கியத்திலும் காணப்படுகிறோம். കർത്താവിന്റെ വീട്ടുകാരാക്കി നമ്മെ മാറ്റി. கர்த்தருடைய பவனமாய் நம்மை மாற்றி இருக்கிறார். ആര് നമ്മെ എങ്ങനെ എതിർത്താലും ശപിച്ചാലും വിഷമിക്കണ്ട. யார் நம்மை எதிர்த்தாலும் சபித்தாலும் நாம் வேதனைப்பட வேண்டாம். ദൈവം മനുഷ്യർ തള്ളിക്കളഞ്ഞതിനെ மனுஷன் தள்ளிவிட்டதை ദൈവം അംഗീകരിച്ചു. தேவன் ஏற்றுக்கொண்டார். വിലയേറിയ കല്ലാക്കി விலையேறப்பட்டதான കല്ലായി മാറ്റി. അവന്റെ അടുക്കൽ വന്ന് നമ്മയും വിലയേറിയ കല്ലുകളാക്കി. அவரிடத்தில் சேர்க்கப்பட்ட நாமும் விலையேறப்பட்ட கல்லாய் மாற்றப்பட்டோம். ആത്മാവിനാൽ ഒരുമിച്ച് ചേർത്ത് நாம் அவரால் ஒன்று சேர்க்கப்பட்டோம். വിശുദ്ധന്മാരാൽ പണിതു വരികയാണ്. பரிசுத்தவான்களால் நாம் கட்டப்பட்டு வருகிறோம். കർത്താവിന് ആത്മീയം കഴിപ്പാൻ തൊക്കണം. தேவனுடைய ஆவிக்குரிய பரிசுத்தம்படியாக വിശുദ്ധ പുരോഹിത വർഗം ആകേണ്ടതിന് பரிசுத்த ஆசாரியத்துவம் ஆகும்படியாக ഒരുമിച്ച് ചേർത്ത് പണിയുന്നു. ஒன்றாக சேர்த்து கட்டப்படுகிறோம். യേശുക്രിസ്തുവിനെ വിളിച്ച് നിങ്ങളും അതിൽ ഉൾപ്പെടുന്നു എന്നാണ്. இயேசு கிறிஸ்து நீங்களும் அதில் உட்பட்டுள்ளாய் இருக்கிறீர்கள். 9:4 വാക്യം എഫേസ്യർ 4:22. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് അല്ലല്ല, അതിന് മേലത്തെ വാക്യം 19:20-21. നിങ്ങളോ യേശുവിൽ സത്യമുള്ളതുപോലെ അവനെ കുറിച്ച് കേട്ട്. 4-ാം അധ്യായം എഫേസ്യർ 4:19 വാക്യം വായിക്കുമ്പോ എഫേസ്യർ 4 സാറേ 2 നോക്കിയേ, 2-ന്റെ എഫേസ്യർ 2:19. സോറി. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. നിങ്ങൾ ഇനി അന്യരും പരദേശികളും അല്ല, நீங்கள் இனி அந்நியரும் பரதேசிகளுமாயிராமல் വിശുദ്ധന്മാരോട് ചേർന്ന് ഒരേ നഗരമായി, பரிசுத்தவோடு ஒரே நகரமாய் இருக்கிறோம். ദൈവത്തിന്റെ വീട്ടുകാരായി, தேவனுடைய வீட்டாருமாய் இருக்கிறோம். അടുത്ത വാക്യം. ക്രിസ്തേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അടുത്ത് അവനിൽ നിങ്ങളെയും ദൈവത്തിന് നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചു പണിതു വരുന്നു. അവരിൽ നിങ്ങളെയും ചേർത്തു. നമ്മെ അവരോട് ചേർത്ത്. You are also included in that.
നീയും കൂടെ അതിനകത്ത് പെട്ടിരിക്കുന്നു, நீயும் அதில் உட்பட்டிருக்கிறாய், നിന്നെയും കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു. என்னையும் அந்த இடத்தில் உட்படுத்தப்பட்டிருக்கிறது. ദൈവത്തിന് വിശുദ്ധ നിവാസം ആകേണ്ടതിന് நாம் பரிசுத்த மாளிகையாய் மாறும்படியாக ആത്മാവിനാൽ ഒരുമിച്ച് ചേർത്ത് പണിയും. ஆவினால் ஒன்றாக இசைத்து கட்டப்படுகிறோம். ആ നഗരത്തിന്റെ പേരെന്താണ്? அந்த നഗരത്തിലെ പേര് என்ன? സിയോൻ എന്നും പുതിയ യെരൂശലേം. സിയോൻ என்றுം പുതിയ യെരൂശലേം என்றுം. ഇത് എഴുതിയ യോഹന്നാൻ അപ്പോസ്തലൻ இதை எழுதிய யோவான் அப்போஸ்தலன் പിന്നീട് രക്തസാക്ഷി ആകേണ്ടതിന് திரும்பவும் இரத்தசாட்சியாய் மாறும்படியாக പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തപ്പെട്ടു. പത്മോസിൽ നാട് കടത്തപ്പെട്ടാർ. ഇതുപോലെ ഒരു സൺഡേ രാവിലെ ആയപ്പോൾ ഇതേപോൽ സൺഡേ കാലയിൽ കർത്തൃ ദിവസത്തിൽ ആത്മാവിലായി അവർ കർത്തരുടെ ദിവസത്തിൽ ആവിക്കുള്ളാനാർ. ദൈവം അവനക്ക് ആ കാര്യങ്ങളെ കാണിച്ചു കൊടുത്തു. ദേവൻ അവർക്ക് കാര്യങ്ങളെ വെളിപ്പെടുത്തി കൊടുത്താർ. എത്രയും വേഗം സംഭവിക്കാൻ പോകുന്ന അവന് കാണിച്ചു കൊടുത്തു. എவ்வளவு சீக்கிரത്തിൽ സംഭവിക്കേണ്ട വെളിപ്പെടുത്തി കൊടുത്താർ. കർട്ടൻ മാറ്റിയിട്ട് അവന് കർട്ടന് പുറകിലുള്ളതിനെ കാണിച്ചു കൊടുത്തു. കർട്ടനെ മാറ്റി കർട്ടന്റെ പിന്നാലുള്ളതായി കാട്ടിക്കൊടുത്താർ. അതിനാണ് റെവലേഷൻ എന്ന് പറയുന്നത്. അതാണ് വെളിപ്പാടിന്റെ വാസിக்கிறோம். റീവെയിലേഷൻ എന്ന് പറഞ്ഞാൽ വെയില കർട്ടനൊന്ന് മാറ്റിയിട്ട് കർട്ടൻ കൊണ്ട് മാറ്റി അതെ അതിന് പണി നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് കാണിച്ചു കൊടുത്തു. വേലപ്പാടുകളെ കാട്ടിക്കൊടുത്താർ. ആ കാണിച്ചു കൊടുത്ത് വീണ്ടും കർട്ടൻ തിരിച്ചു കാട്ടിക്കൊടുത്തിട്ട് വീണ്ടും അന്ത കർട്ടനെ മൂടിവിട്ടാർ. ദൈവത്തിന് സ്തോത്രം. കർത്തൃ സ്തോത്രം. ഇതാ മനുഷ്യരോടുകൂടി ദൈവത്തിന്റെ കൂടാരം. ഇതാ മനുഷ്യരോട് ദൈവന്റെ വാസസ്ഥലം. ദൈവം താൻ അവരുടെ ദൈവമായിരിക്കും. ദേവൻ താൻ അവരുടെ ദേവനായിരിക്കും. ദൈവം അവരുടെ കണ്ണുനീരെല്ലാം തുടയ്ക്കും. ദേവനോട് കണ്ണീരെ തുടയ്പാർ. എന്നിട്ട് പറയാണ് ഇനി മരണം ഉണ്ടാകുകയില്ല. ഇനി മരണം ഉണ്ടാകുന്നില്ല. ഇനി ദുഃഖവും മുറവിളി ഉണ്ടാകുകയില്ല. ഇനി ദുഃഖവും മുറയിടലും ഉണ്ടാകുന്നില്ല. ഞാൻ സകലവും പുതുതാക്കുന്നു. ഇതാ ഞാൻ എല്ലാവറ്റെയും പുതുതാക്കുറേ. ആ നഗരത്തിന്റെ പേരെന്താണ്? அந்த നഗരത്തിന്റെ പേര് തന്നെ ഒരു പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം. പുതിയ യെരൂശലേം എന്ന പരിശുദ്ധ നഗരം. 2000 വർഷമായിട്ട് ആ പണി നടന്നുകൊണ്ടിരിക്കുന്നു. 2000 வருடங்களாக அந்த பணி நடைபெற்றுக்கொண்டிருக்கிறது. കാലം തീരാറായ സമയത്ത്, ഈ കാലം അവസാനിക്കുമ്പോൾ, இந்த காலம் முடிவடையும் போது, ഈ അവസാന സമയത്ത് இந்த கடைசி நாட்களில் നമ്മെ സന്ദർശിച്ചു. കർത്തൻ നമ്മെ സന്ധിത്ത് ആ പിതാവിന്റെ സന്നിധിയിൽ ഒരു ഭവനം ഒരുക്കാൻ വേണ്ടി, പിതാവിന്റെ സന്നിധിയിൽ അത് സമൂഹത്തിൽ നമുക്കൊരു ഭവനം. അവൻ ജീവനുള്ള കല്ലായിരിക്കുന്നു. നാം ജീവനുള്ള കല്ലുകളായിരിക്കുന്നു. അവൻ ജീവനുള്ള കല്ലായിരിക്കുന്നു. അവർ ജീവനുള്ള കല്ലുകളായിരിക്കുന്നു. അവന്റെ അടുക്കൽ വന്നിട്ട് അവരുടെ അരികിൽ വന്ന് നമ്മയും ജീവനുള്ള കല്ലുകളാക്കി, നമ്മയും ജീവനുള്ള കല്ലുകളായി മാറ്റിനാർ. പരിശുദ്ധാത്മാവിനാൽ ഒരുമിച്ച് ചേർത്ത്, പരിശുദ്ധാവിനാൽ ഒന്നാக சேர்த்து വിശുദ്ധ മന്ദിരമായി പണിയുകയാണ്. പരിശുദ്ധ മാളികയായി മാറ്റപ്പെടുகிறோம். എത്രയും വേഗം അത് വെളിപ്പെടാൻ പോവുകയാണ്. എவ்வளவு சீக்கிரம் அது வெளிப்பட போகிறது. നമ്മുടെ ജീവിതത്തിൽ അടിസ്ഥാനം ഇട്ടാൽ പോരാ. നമ്മുടെ ജീവിതത്തിൽ അടിസ്ഥാനം ഇട്ടാൽ மட்டும் போதாது. കർത്താവിന്റെ അടുക്കൽ വന്നു, രക്ഷിക്കപ്പെട്ടു. കർത്തരുടെ സമൂഹത്തിൽ വന്ന് രക്ഷിക്കപ്പെട്ടോം. ജീവനുള്ള കല്ല ആയാൽ മാത്രം പോരാ. ജീവനുള്ള കற்களாയി മാറ്റപ്പെട്ടാൽ പോതാ. അടിസ്ഥാനത്തിന്മേൽ ചേർത്ത് പണിയണം. അടിസ്ഥാനത്തോട് നാം ചേർത്ത് കട്ടപ്പെട வேண்டும். നമുക്ക് അപ്പോസ്തലികമായ കൂട്ടായ്മ വേണ്ടത്. அதற்காக தான் அப்போஸ்தல ஐக்கியம் நமக்கு தேவையா இருக்கிறது. അത് മാത്രം പോരാ. அது மட்டும் போதாது. ആത്മാവിന്റെ അഭിഷേകം നമുക്ക് ആവശ്യം. ஆவியின் அபிஷேகம் நமக்கு தேவையா இருக்கிறது. പരിശുദ്ധാത്മാവാണ് നമ്മെ വിശുദ്ധ മന്ദിരമാക്കി മാറ്റുന്നത്. പരിശുദ്ധ ആവിയാനവർ നമ്മെ മാളികയായി മാറ്റുகிறார். അത് മാത്രം പോരാ. അത് மட்டும் போதாது. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായിരിക്കണം. ദേവനെ മേന്മപ്പെടുത്തുള്ളായി കാണപ്പെട வேண்டும். ആത്മീയ യാഗം കഴിക്കേണ്ടതിന്, അത് പരിശുദ്ധ യാഗമാകുമ്പടിയാ സ്വീകാര്യമായ ആത്മീയ യാഗം കഴിക്കണം. ദേവനുക്ക് പ്രിയமான ഒരു ബലിയാക മാറ്റപ്പെട வேண்டும். പ്രാർത്ഥനയും ജീവിതം എല്ലാം ദൈവത്തിന് പ്രസാദകരമായിരിക്കണം. നമ്മുടെ ജപം എല്ലാം ദേവനുക്ക് പ്രിയമായിരിക്ക வேண்டும். ദൈവത്തിന് സ്തോത്രം. കർത്തരുടെ സ്തോത്രം. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമ്മുടെ കണ്ണുകളെ മൂടുவோமா? നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഉങ്ങളുടെ ഹൃദയം കലങ്ങി പോക വേണ്ട. ലോകത്തിൽ എത്രയോ തരമായുള്ള ഉപദേശങ്ങൾ പഠിപ്പിക്കലുണ്ട്. ലോകത്തിൽ എപ്പിടിപ്പെടാന ഉപദേശം പഠിപ്പിക്കൽ ഉണ്ട്. വിവിധ അന്യമായ ഉപദേശങ്ങളുണ്ട്. പലവിധமான മാറുപാടാன ഉപദേശങ്ങൾ ഉണ്ട്. അത് നിങ്ങളെ വഴിതെറ്റിക്കാൻ പാടില്ല. അത് ഉങ്ങളെ വഴി തെറ്റുംപടിയായി ഇട വരക്കൂടാതെ. ദൈവമക്കളെ ഒരു സ്വല്പസമയം അടങ്ങിയിരിക്കുക. പ്രാർത്ഥന കഴിഞ്ഞിട്ട് മാത്രം എഴുന്നേറ്റ് പോകാം. ദേവജനങ്ങൾ കൊഞ്ചം മൗനമായിരുങ്ങൾ. ജപം മുടിந்த പിറகு എഴുതി പോകலாம். ദൈവസന്നിധിയിൽ നിന്ന് അലക്ഷ്യമാക്കരുത്, അടങ്ങിയിരിക്കണം. അവിടെ ദേവ സമൂഹത്തെ അലക്ഷ്യമാകൂടാതെ നിങ്ങൾ കൊഞ്ചം മൗനമായിരുങ്ങൾ. ദൈവത്തിന് സ്തോത്രം. കർത്തരുടെ സ്തോത്രം. അപ്പോ കർത്താവ് നമ്മെ തെരഞ്ഞെടുത്തു. കർത്തൻ നമ്മെ തെരഞ്ഞെടുത്താർ. ആ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. அந்த ജീവനുള്ള കല്ലുകളായി നാം അവരുടെ അടുക്കൽ കൊണ്ടുവന്നാർ. നമ്മെ ജീവനുള്ള കല്ലുകളാക്കി, നമ്മെ ജീവനുള്ള കല്ലുകളായി മാറ്റിനാർ. അപ്പോസ്തലന്മാരെന്ന അടിസ്ഥാനത്തിന്മേൽ കൊണ്ടുവന്നു. അപ്പോസ്തലന്മാരെന്ന അടിസ്ഥാനത്തിന്മേൽ കൊണ്ടുവന്നാർ. പരിശുദ്ധാത്മാവിനാൽ